നമസ്കാരം. ഇന്ന് ഒരു ഇന്നത്തെ എപ്പിസോഡ് എന്നെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷവും ആഹ്ലാദവും ഒക്കെ ഉള്ള ഒരു എപ്പിസോഡാണ്. ഞാൻ കുറേ കാലമായിട്ട് ജയരാട്ടനോട്, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട പി ജയരാട്ടനോട് ഇൻ്റർവ്യൂ ചോദിക്കുകയുണ്ട്. അപ്പോൾ ജയരാട്ടൻ ഇങ്ങനെ എപ്പോഴും പിന്നെ തരാറിന് ഇന്നിപ്പോൾ എന്തായാലും അത് സംഭവിക്കുകയാണ്. നമ്മളെ കൂടെ ഉള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുതിർന്ന നേതാവും നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട പി ജയരാട്ടനാണ്. ജയരാട്ടൻ നമസ്കാരം. നമസ്കാരം. അപ്പം നമ്മൾ കണ്ടിട്ട് കുറേ കാലമായി, 10-12 വർഷമായി. നല്ല ബന്ധം, പരസ്പര പരിചയം, സ്നേഹമൊക്കെ ഉണ്ട്. അപ്പം ഞാൻ ആദ്യമായിട്ട് നിങ്ങളെ കാണുന്ന രംഗമാണ് ഓർക്കുന്നത്. ആദ്യമായിട്ട് നമ്മളെ ഹുസൈൻ രണ്ടത്താണിയുടെ പുസ്തക പ്രകാശനം, നമ്മളെ കണ്ണൂർ സ്റ്റേഡിയത്തിൽ ആ പുസ്തക പ്രകാശനം നമുക്ക് ഓർമ്മ ഉണ്ടല്ലോ. വലിയ ചർച്ചയായ അതാ കമ്മ്യൂണിസ്റ്റുകാർ നിസ്കരിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കുന്നു എന്നൊക്കെ പറഞ്ഞ് KM ഷാജി ആ സമയത്ത് പ്രസംഗിച്ചു. പി ജയരാജൻ ഇമാമത്ത് നിൽക്കുകയാണ് മാപ്പറ സ്ത്രീകൾക്ക് എന്നൊക്കെ പറഞ്ഞ ഒരു വലിയ വിവാദം ഉണ്ടായ. അപ്പോൾ ഞാൻ എപ്പോഴും അത്ഭുതപ്പെട്ടിട്ടുണ്ട്. പിന്നീട് ജയരാട്ടൻ ഒരു പുസ്തകം എഴുതുകയാണ്, കേരളത്തിലെ മുസ്ലിം രാഷ്ട്രീയ ചരിത്രമൊക്കെ എഴുതുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ മുസ്ലിം കമ്മ്യൂണിറ്റിയോടും ഇസ്ലാമിക ചരിത്രത്തോടും ഇത്ര വലിയ കൗതുകം അല്ലെങ്കിൽ ഒരു താല്പര്യം? അല്ല, ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകനെന്ന നിലക്ക് നമ്മളെ സമൂഹത്തിലെ നാനാവിഭാഗങ്ങൾക്കിടയിൽ പാർട്ടിയുടെ സ്വാധീനം, കമ്മ്യൂണിസ്റ്റുകാരുടെ സ്വാധീനം വേണം എന്നതാണല്ലോ നമ്മൾ ചിന്തിക്കുന്നത്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഹിന്ദു ജനവിഭാഗങ്ങളിലുള്ള സ്വാധീനം മുസ്ലിം കമ്മ്യൂണിറ്റിയിലില്ല, ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലില്ല. എന്തുകൊണ്ട്? ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചർച്ച ചെയ്തിട്ടുള്ള ഭാഗമാണ്. അപ്പോൾ അതിൽ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെയും ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെയും ചില പ്രത്യേക സവിശേഷതകളുണ്ട്. ആ സവിശേഷതകൾ മനസ്സിലാക്കി അതിനകത്ത് ഇടപെടേണ്ടതാണ് ആവശ്യം. അങ്ങനെ വന്നാൽ നമുക്ക് മുസ്ലിം കമ്മ്യൂണിറ്റിക്കിടയിലും മുന്നേറ്റമുണ്ടാക്കാൻ കഴിയും. ഇവിടെ പ്രധാനമായിട്ട് ഈ സംഘടിതമായിട്ടുള്ള മതസമൂഹമാണല്ലോ ഈ മുസ്ലിം ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ഹിന്ദു വിഭാഗത്തെ പോലെയല്ല. അപ്പോൾ മുസ്ലിം വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം ഖുറാനുണ്ട്, ക്രിസ്ത്യൻ വിഭാഗത്തെ സംബന്ധിച്ച് ബൈബിളുണ്ട്. അങ്ങനെയുള്ള ഒരു ആശയ കേന്ദ്രം ഒന്നും ഹിന്ദു വിഭാഗത്തിലില്ല. ഒരു സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു സംഘടനാ സംവിധാനമില്ല എന്ന് പറയാനില്ല. ഇതിനൊക്കെ ഒരു മതകേന്ദ്രങ്ങളുണ്ട്. അതാണ് ഏറ്റവും പ്രധാനം. ആ മതകേന്ദ്രങ്ങളുള്ള മുസ്ലിം ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ കമ്മ്യൂണിസ്റ്റുകാരുടെ സ്വാധീനം എന്തുകൊണ്ട് ഉണ്ടാവണം? എന്തുകൊണ്ട്? ഒന്ന്, ഇപ്പോൾ യേശുവായാലും പ്രവാചകനായാലും ഒക്കെ തന്നെ ഈ സാമൂഹ്യ നീതിക്ക് വേണ്ടിയിട്ട് നിലകൊണ്ടവരാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാനൊരു മതപണ്ഡിതനൊന്നുമല്ല. ഇപ്പോൾ പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അവസാന കാലത്ത് പറഞ്ഞൊരു കാര്യം ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അതായത്, വെളുത്തവന് കറുത്തവനേക്കാളും വലിയ മഹത്വം ഞാൻ കാണുന്നില്ല. അനറബിക്ക് അറബിയേക്കാളും മഹത്വം ഞാൻ കാണുന്നില്ല. അപ്പോൾ എന്ന് പറഞ്ഞാൽ വളരെ കൃത്യമാണ്, പ്രവാചകൻ്റെ കാഴ്ചപ്പാട് വളരെ കൃത്യമാണ്. എല്ലാവരെയും തുല്യരായിട്ട് കണക്കാക്കുക, എല്ലാവർക്കും തുല്യ നീതി ഉറപ്പാക്കുക. അപ്പോൾ അതിനു വേണ്ടിയുള്ളൊരു സിദ്ധാന്തം രൂപപ്പെടുത്തിയിട്ടുള്ള ആളാണ് മഹാനായിട്ടുള്ള പ്രവാചകൻ. അപ്പോൾ ആ പ്രവാചകൻ്റെ സിദ്ധാന്തം പിന്തുടരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം കമ്മ്യൂണിസ്റ്റുകാരുമായിട്ട് യോജിക്കാവുന്ന പല തലങ്ങളും ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു യോജിപ്പിൻ്റെ തലം സൃഷ്ടിക്കണം. അപ്പോൾ ആ കൂട്ടത്തിലാണ് ഡോക്ടർ ഹുസൈൻ രണ്ടത്താണിയുടെ മലബാറിലെ മുസ്ലിങ്ങളും ഇടതുപക്ഷവും എന്നുള്ള ഒരു പുസ്തകം വന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഭാഗമായി ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റുകാരെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കമ്മ്യൂണിസ്റ്റുകാർക്കും മുസ്ലിങ്ങൾക്കും പൊതുവായി യോജിക്കാൻ പറ്റുന്ന മേഖലയെക്കുറിച്ചാണ് ഹുസൈൻ രണ്ടത്താണിയുടെ പുസ്തകം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞങ്ങൾ മനസ്സിലാഗ്രഹിച്ചത് അതുതന്നെയാണ് ഹുസൈൻ രണ്ടത്താണിയുടെ പുസ്തകത്തിൽ. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ പുസ്തകത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു ദിവസത്തെ ചർച്ച നടത്തണം, സെമിനാർ നടത്തണം തീരുമാനിച്ചു. ഇത് അവിടുത്തെ സാംസ്കാരിക സംഘടനയാണ് തീരുമാനിക്കുന്നത്. അവിടെ കണ്ണൂർ ജില്ലയിൽ മാപ്പിള കവി ഉണ്ടല്ലോ, മോയൻകുട്ടി വൈദ്യർ, അതുപോലെ തന്നെ മുസ്ലിം സമൂഹത്തിലെ പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങൾ, ഇവരുടെ സ്മരണാർത്ഥം പല സാംസ്കാരിക സംഘടനകളും അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ആ സാംസ്കാരിക സംഘടനക്കകത്ത് ഇത്തരമൊരു ആലോചന വന്നു, ഇങ്ങനെയൊരു ചർച്ച നടത്തണം. അപ്പോൾ അതിന് കൂടെ പിന്നെ CPM-ൻ്റെ ജില്ലാ സെക്രട്ടറി എന്ന നിലയ്ക്ക് ഞാനും നിന്നു. അതൊക്കെ പാർട്ടി ചർച്ച ചെയ്തിട്ടാണ്, ഞാൻ ഒറ്റക്ക് കാര്യം നീക്കിയതല്ല. അപ്പോൾ അത് വലിയൊരു പരിപാടിയായി, വമ്പിച്ച ചലനം സൃഷ്ടിച്ചു. ചിലർ വീട്ടിലിരുന്നു കൊണ്ട്
ആ സെമിനാറിൻ്റെ എല്ലാ പ്രസംഗങ്ങളും അന്ന് സഖാവ് പിണറായിയാണ് CPM-ൻ്റെ സ്റ്റേറ്റ് സെക്രട്ടറി. അപ്പോൾ പിണറായി നടത്തിയിട്ടുള്ള ഉദ്ഘാടന പ്രസംഗം, അതിനകത്ത് നടത്തിയിട്ടുള്ള പ്രസംഗങ്ങൾ, ആ പരിപാടിയിൽ വെച്ചിട്ടാണ് സഹീദ് റൂമി ആദ്യമായിട്ട് കാണുന്നത്. അപ്പോൾ മലപ്പുറത്ത് നിന്ന് അരീക്കോട് നിന്ന് ഞാൻ വരികയാണ്, സഹീദ് റൂമി അങ്ങോട്ട് വരികയാണ്. അപ്പോൾ കേരളത്തിലെ മുസ്ലിങ്ങളെ ഇടയിൽ ചലനമുണ്ടാക്കിയിട്ടുള്ള ഒരു പരിപാടിയായിരുന്നു അന്നത്തെ ആ സെമിനാർ. ആ സെമിനാർ രാവിലെ മുതൽ വൈകുന്നേരം വരെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും സ്ത്രീകളുണ്ട്, പുരുഷന്മാരുണ്ട്, അവരൊക്കെ മഹാഭൂരിപക്ഷവും വിശ്വാസികളാണ്. അപ്പോൾ വിശ്വാസികൾക്ക് അവരുടെ ആചാരമനുസരിച്ച് പ്രാർത്ഥന നടത്താനുള്ള സൗകര്യം വേണം എന്ന് സാംസ്കാരിക സംഘടനയാണ് തീരുമാനിക്കുന്നത്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ല. അതിനെ ലീഗിൻ്റെ നേതാക്കന്മാർ ദുർവ്യാഖ്യാനിക്കുകയാണ് ചെയ്തത്. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് ഒട്ടേറെ വിശ്വാസികളുണ്ട്, പാർട്ടി മെമ്പർമാരിലും വിശ്വാസികളായിട്ടുള്ള ആളുകളുണ്ട്. അവർക്ക് അവരുടെ വിശ്വാസ സ്വാതന്ത്ര്യം ഹനിക്കത്തക്ക നിലയിലുള്ള ഒരു നിലപാടും പാർട്ടി ഇതേവരെ സ്വീകരിച്ചിട്ടില്ല. നിങ്ങൾ നോക്കൂ, CPM-ൻ്റെയോ അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയോ ക്ലാസ്സുകളിൽ, പരിപാടികളിലൊക്കെ നിരീശ്വരവാദ പ്രചരണം ഒരു അജണ്ടയേ അല്ലല്ലോ. എവിടെയെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ നിരീശ്വരവാദം പ്രസംഗിക്കുന്നത് കേട്ടിട്ടുണ്ടോ? ഇല്ല. കൃഷിക്കാരൻ്റെ പ്രശ്നം, തൊഴിലാളികളുടെ പ്രശ്നം, അതുപോലെ തന്നെ പാവപ്പെട്ടവൻ്റെ പ്രശ്നം. അപ്പോൾ സമൂഹത്തിൻ്റെ പൊതുപ്രശ്നങ്ങൾ, അതോടൊപ്പം തന്നെ ജനങ്ങളുടെ മൂർത്തമായ ജീവിത പ്രശ്നങ്ങൾ, അതിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇടപെടുന്നത്. അപ്പോൾ ആ അടിസ്ഥാനത്തിലാണ് അന്നത്തെ സെമിനാർ സംഘടിപ്പിച്ചത്. അത് വലിയ നിലക്ക് പ്രകമ്പനമുണ്ടാക്കി, വലിയ ചലനമുണ്ടാക്കി. ഇപ്പോൾ ഈ വിശ്വാസവുമായിട്ടുള്ള നിങ്ങളുടെ ബന്ധങ്ങൾ എങ്ങനെ? ഇപ്പോൾ അങ്ങനെ ഉണ്ടല്ലോ, ഇപ്പോൾ എങ്ങനെയാണ് മുസ്ലിങ്ങളെക്കുറിച്ച് പഠിക്കണം എന്നുള്ള തോന്നലുണ്ടാകുന്നത്? അതിൻ്റെ ഒരു പശ്ചാത്തലം. അതായത് 99 ആഗസ്റ്റ് മാസം 25 തിരുവോണ ദിവസമാണോ എന്നെ വീട്ടിൽ കയറി RSSകാർ വെട്ടിക്കൊല്ലാൻ ശ്രമിച്ചത്. അത്ഭുതകരമായി രക്ഷപ്പെട്ടു. കൊന്നു എന്ന് വിചാരിച്ചു പോയവർ അല്ലേ? അത് പാർട്ടി സഖാക്കളും അതുപോലെ തന്നെ ഗവൺമെൻറ് സംവിധാനവും ആശുപത്രി കിട്ടിയിട്ടുള്ള പരിചരണവും ഒക്കെ വീണ്ടും അതിവേഗം ജീവിതത്തിലേക്ക് തിരിച്ചു വരാനുള്ള അവസരമുണ്ടാക്കി, മനക്കരുത്തും. അപ്പോൾ അത് ഒരു അവസരമാണ്. പിന്നെ ആ സമയത്തും എൻ്റെ മനസ്സിൽ പാർട്ടിയുടെ കാര്യങ്ങളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും RSSനെ കുറിച്ച് അന്നാണ് ഒരു പുസ്തകം എഴുതിയത്, സംഘർഷങ്ങളുടെ രാഷ്ട്രീയം. RSS അക്രമത്തെ തുടർന്നാണ് സംഘർഷങ്ങളുടെ രാഷ്ട്രീയം. ചിന്ത പബ്ലിഷേഴ്സ് പ്രസിദ്ധീകരിച്ച ആ പുസ്തകം വലിയ നിലക്ക് ആ കോപ്പികൾ ചെലവഴിക്കപ്പെട്ടു. അപ്പോൾ അതുപോലെ തന്നെ ഈ മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചും ഞാൻ ചർച്ച ചെയ്യുകയുണ്ടായി. അപ്പോൾ ചെറുപ്പത്തിൽ ഞാൻ കതിരൂരായിരുന്നു എൻ്റെ പ്രധാനപ്പെട്ട കേന്ദ്രം. അപ്പോൾ സ്കൂളിൽ പഠിച്ചത് അവിടെയാണ്. അപ്പോൾ ചെറുപ്പത്തിലെ ഈ കാര്യങ്ങൾ മനസ്സിലാക്കുക, കുട്ടികൾക്ക് അങ്ങനെയാണ് അബ്സോർബ് ചെയ്യാനുള്ള. അപ്പോൾ ആ നിലക്ക് നോക്കുമ്പോൾ അവിടെ കതിരൂർ സൂര്യനാരായണ ക്ഷേത്രത്തിൻ്റെ ഭാഗമായിട്ടുള്ള സത്രത്തിൽ താമസിച്ച ഒരു ശങ്കരൻ നമ്പ്യാരുണ്ട്. കതിരൂരാരനാണോ ആള്? അല്ല, കതിരൂരാരനാണോ കക്ഷി? കതിരൂരുകാരൻ തന്നെ, പക്ഷേ അദ്ദേഹം വീട്ടിൽ നിന്ന് മാറിയിട്ട് സത്രത്തിൽ ഒറ്റയ്ക്ക് താമസിക്കുകയാണ്. വലിയ നെറ്റിയിലുടനീളം ഭസ്മക്കുറി, അതുപോലെ തന്നെ പ്രാർത്ഥന, ഇതൊക്കെയാണ് അയാൾ ചെയ്തിരുന്നത്. അപ്പോൾ അദ്ദേഹം ഈ മലബാർ കലാപത്തെ സംബന്ധിച്ച്, അന്ന് മാപ്പിള ലഹള എന്നാണല്ലോ അറിയപ്പെട്ടത്. അപ്പോൾ മാപ്പിള ലഹളയെക്കുറിച്ച് അദ്ദേഹം ഇങ്ങനെ ഇടക്കിടക്ക് പറഞ്ഞുകൊണ്ടിരിക്കും. വെച്ചാൽ ഒരു മുസ്ലിം വിരുദ്ധ വികാരത്തിന് അടിപ്പെട്ട ഒരാളായിട്ടാണ് എനിക്ക് അന്നേ പിന്നെ തോന്നിയത്. അപ്പോൾ അദ്ദേഹം പറയും, ഖിലാഫത്ത് ആണല്ലോ കോൺഗ്രസും അതുപോലെ തന്നെ അഖിലേന്ത്യാ ഖിലാഫത്ത് കമ്മിറ്റിയും യോജിച്ചുകൊണ്ട് ബ്രിട്ടീഷ് വിരുദ്ധ സമരത്തിന് ആഹ്വാനം ചെയ്ത പ്രക്ഷോഭമാണല്ലോ ഖിലാഫത്ത് സമരം. അപ്പോൾ അദ്ദേഹം പറയുക, ഖിലാഫത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാടിന് ആപത്ത് വരുത്തി വെച്ച ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഈ മാപ്പിള ലഹളയെക്കുറിച്ച് നിറം പിടിപ്പിച്ച നുണകൾ അദ്ദേഹം പ്രചരിപ്പിച്ചിരുന്നു. ചെറുപ്പത്തിൽ അതാണ് ആദ്യം കേൾക്കുന്നത്. അപ്പോൾ അന്നേ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? കാരണം ഞങ്ങളെയൊക്കെ നാട്ടിൽ മുസ്ലിംസ് ഉണ്ട്. അത് ശരി. അങ്ങനത്തെ അന്നത്തെ ഒരു മുസ്ലിം ബന്ധങ്ങളൊക്കെ, ആ ബന്ധങ്ങൾ എന്ന് പറഞ്ഞാൽ എനിക്കിപ്പോഴും നാവിൻ്റെ അറ്റത്തെ രുചി മുസ്ലിം. അതായത് എൻ്റെ കതിരൂർ ടൗണിൽ അവിടെ ഒരു കട നടത്തിയിട്ടുള്ളൊരു മുസ്ലിം വയോധികനുണ്ടായിരുന്നു, പ്രായമുള്ള ആളാണ്. അപ്പം ഞാൻ അവിടെയൊക്കെ പോയിട്ട് ഇതെല്ലാം നോക്കും, ആകാംക്ഷയോട് കൂടി കാര്യങ്ങൾ നോക്കുമല്ലോ കച്ചവട സ്ഥാപനങ്ങളിൽ. അപ്പോൾ കൂട്ടത്തിൽ അദ്ദേഹം
ഒരു ദിവസം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. അപ്പോൾ വെള്ളയപ്പം, അതുപോലെ തന്നെ പിന്നെ ഇറച്ചിക്കറി, ആ കറി കഴിക്കുന്ന അവസരത്തിൽ അദ്ദേഹം എനക്കും തന്നു. അപ്പോൾ അദ്ദേഹം ഈ 5 നേരം നിസ്കരിക്കുന്ന ഒരു വിശ്വാസിയാണ്. അപ്പോൾ നമ്മളോടൊക്കെ കാണിക്കുന്ന സ്നേഹം. അദ്ദേഹത്തിന്റെ പേര് ഓർക്കുന്നുണ്ടോ? പേര് അബൂബക്കർ ഹാജി എന്നാണ്. അപ്പോൾ അദ്ദേഹം എപ്പോഴും ഭക്ഷണം തരും, അതുപോലെ തന്നെ ചിലപ്പോൾ പഴങ്ങൾ ഇതൊക്കെ തരും. ആ സ്നേഹമുണ്ടല്ലോ. അപ്പോൾ അതൊരു അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള മതവിശ്വാസത്തിൻ്റെ മൂല്യബോധത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ്. ഭക്ഷണം കഴിക്കുന്ന നേരത്ത് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കും അതിലൊരു പങ്ക് തരണം. ആ ഒരു വിശ്വാസത്തിൻ്റെ ഒരു തലമുണ്ടല്ലോ, ഷെയറിങ്ങിൻ്റെ ഒരു കാരണം. അതെ അതാണ്. ഇതൊക്കെ സ്വാഭാവികമായിട്ടും എന്നിൽ ചെറുപ്പത്തിലെ ഈ മതത്തെ സംബന്ധിച്ച് കൂടുതൽ മനസ്സിലാക്കണം. നേരത്തെ പറഞ്ഞ കാരണമുണ്ട്. കമ്മ്യൂണിസ്റ്റായി മാറിയപ്പോൾ സ്വാഭാവികമായിട്ടും എന്തുകൊണ്ട് ഈ ന്യൂനപക്ഷ സമുദായങ്ങളിൽ കമ്മ്യൂണിസ്റ്റുകാർക്ക് വേണ്ടത്ര പ്രാതിനിധ്യം കിട്ടുന്നില്ല. അപ്പോൾ അതേ സംബന്ധിച്ചുള്ള പഠനം കുറച്ചു കാലമായിട്ട് നടത്തിയതാണ്. അതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ പുസ്തകം വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് നീതിയുടെ ഒരു മൂല്യബോധം ഉൾക്കൊള്ളുന്ന ഇസ്ലാം മതത്തെ നമുക്ക് സ്വീകരിക്കാം. ഇസ്ലാം മതത്തിലെ ചില പണ്ഡിതന്മാരൊക്കെ പറയുന്നത് എല്ലാറ്റിനോടും നമുക്ക് യോജിക്കാനാവില്ല. പക്ഷേ അതിനകത്ത് ഒരു മൂല്യബോധമുണ്ട്. അത് പിന്നെ യേശുവിൻ്റെ കാര്യത്തിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ നമുക്ക് യോജിപ്പിൻ്റെ തലം എന്തുകൊണ്ട് ഉണ്ടാക്കാൻ കഴിയില്ല എന്ന നിലക്ക് ആലോചിച്ചു. ഈ കേരളത്തിലെ മുസ്ലിങ്ങളുടെ വരവ് ഇതാണ്. മുസ്ലിങ്ങളുടെ വരവ്, ഈ കേരളത്തിലെ മുസ്ലിം മതസംഘടനകളെ പറ്റി ഒക്കെ ഈ പുസ്തകത്തിൽ 13 അധ്യായങ്ങളാണ്. അപ്പോൾ പുസ്തകങ്ങൾ കടക്കുന്നതിന് മുമ്പേ നമുക്ക് കടക്കാം. അതിൻ്റെ മുന്നേ ഇപ്പം ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ നേതാവ് എന്നുള്ളതൊക്കെ കമ്മ്യൂണിസ്റ്റുകൾക്ക് വിശ്വാസവുമായി ബന്ധപ്പെട്ട ഒരു ബന്ധമുണ്ടല്ലോ. അപ്പോൾ വിശ്വാസത്തെ എത്ര വരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഉൾക്കൊള്ളാം? ഏത് ഘട്ടത്തിൽ വരെ ഒരു വിശ്വാസിക്ക് കമ്മ്യൂണിസ്റ്റ് ആവാം, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരന് വിശ്വാസിയാകാം? അതിൽ പിന്നെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രം, ലോക ചരിത്രം പരിശോധിച്ചാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എല്ലാ കാലത്തും ജനങ്ങളുടെ മൂർത്തമായ ജീവിത പ്രശ്നങ്ങളിൽ ഇടപെട്ടത്. വർഗസമരം, അതല്ലാതെ വിശ്വാസികൾക്കെതിരായിട്ട് യുദ്ധപ്രഖ്യാപനം ലോകത്തിലെ ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവും നടത്തിയിട്ടില്ല എന്നതാണ് എൻ്റെ ബോധ്യം. ഇപ്പോൾ ഈ ലോക കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ചരിത്രം തുടങ്ങുന്നത് ഇൻ്റർനാഷണൽ രൂപീകരിച്ചുകൊണ്ടാണ്. കമ്മ്യൂണിസ്റ്റ് ഇൻ്റർനാഷണൽ അല്ല, കമ്മ്യൂണിസ്റ്റ് ഇൻ്റർനാഷണൽ ഉണ്ടാകുന്നതിന് മുമ്പെയാണ് ഒന്നാം ഇൻ്റർനാഷണൽ, രണ്ടാം ഇൻ്റർനാഷണൽ, പിന്നെയാണ് കമ്മ്യൂണിസ്റ്റ് ഇൻ്റർനാഷണൽ. അത് സോവിയറ്റ് യൂണിയൻ സ്ഥാപിക്കപ്പെട്ടതോടുകൂടി 1919 നിലവിൽ വരുന്നത്. ഇത് 1882 അന്നത്തെ ഇൻ്റർനാഷണലിനകത്ത് ഒരു പ്രധാനപ്പെട്ട വ്യക്തിത്വം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് ബക്കുനിൻ എന്നാണ്. ബക്കുനിൻ അന്ന് വിപ്ലവം നടത്തുകയാണല്ലോ വേണ്ടത്. അതായത് മുതലാളിത്ത സാമൂഹ്യ സാമ്പത്തിക സംവിധാനക്രമം മാറ്റണം, മൂലധന ശക്തിയുടെ ആധിപത്യം അവസാനിപ്പിക്കണം, എന്നിട്ട് സമത്വം സ്ഥാപിക്കണം. ഇതിനു വേണ്ടിയിട്ടാണ് കമ്മ്യൂണിസ്റ്റുകാർ വിപ്ലവത്തിന് വേണ്ടി പരിശ്രമിക്കുന്നത്. അപ്പോൾ ഈ ബക്കുനിൻ മുന്നോട്ട് വെച്ചൊരു പരിപാടിയുണ്ട്. ആ പരിപാടിയിൽ ഒന്നാമത്തെ കാര്യപരിപാടി നിരീശ്വരവാദം പ്രചരിപ്പിക്കുക എന്നതാണ്. രണ്ടാമത്തത് ഭരണകൂടത്തെ തകർത്ത് തരിപ്പണമാക്കുക. കാരണം ആധിപത്യം ചെലുത്തുന്ന വർഗത്തിൻ്റെ താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അടിച്ചമർത്തലിന് വേണ്ടി ഭരണകൂടം രൂപീകരിക്കപ്പെടുക. അപ്പോൾ ഭരണകൂടത്തെ തകർത്ത് തരിപ്പണമാക്കുക രണ്ടാമത്തെ പരിപാടി. മൂന്നാമത്തത് എല്ലാ രാഷ്ട്രീയ പ്രവർത്തനവും അവസാനിപ്പിക്കുക. ഇതിനോട് മാർക്സ് തന്നെ എതിരായിട്ട് പ്രതികരിച്ചു. മാർക്സ് പറഞ്ഞു ഇത് അരാജകവാദമാണ്. എന്തുകൊണ്ട്? കമ്മ്യൂണിസ്റ്റുകാർ പ്രവർത്തിക്കേണ്ടത് നീതിക്ക് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ പ്രസിദ്ധീകരിച്ച കമ്മ്യൂണിസ്റ്റ് ലീഗ് എന്ന് പറയുന്ന സംഘടന, അതിന് മുമ്പേ രൂപീകരിച്ചൊരു സംഘടനയുടെ പേര് വളരെ പ്രസക്തമാണ്. എന്താണെന്ന് വെച്ചാൽ നീതിനിഷ്ഠരുടെ ലീഗ് അല്ലെങ്കിൽ നീതിമാന്മാരുടെ ലീഗ് എന്നാണ്. മനസ്സിലായില്ലേ? അതിനെ തുടർന്നാണ് കമ്മ്യൂണിസ്റ്റ് ലീഗ് ഉണ്ടാകുന്നത്. അപ്പോൾ ജനങ്ങൾക്ക് നീതി കൊടുക്കലാണ് കമ്മ്യൂണിസ്റ്റുകാരുടെ ഉത്തരവാദിത്വം. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ നീതി കൊടുക്കേണ്ട ഉത്തരവാദിത്വമുള്ള കമ്മ്യൂണിസ്റ്റുകാർ അനീതിക്കെതിരായിട്ട് നീതിയുടെ പക്ഷം ചേർന്നുകൊണ്ട് വിപ്ലവം നടത്തേണ്ട കമ്മ്യൂണിസ്റ്റുകാർക്ക് അവരുടെ മുന്നിലുള്ള പരിപാടി ഏതെങ്കിലും ഒരു വിശ്വാസി
പിന്നെ മത ആചാരം അനുസരിച്ച് ജീവിക്കുന്നു, അതിനെതിരായിട്ട് യുദ്ധപ്രഖ്യാപനം നടത്തലല്ല കമ്മ്യൂണിസ്റ്റുകാരുടെ പരിപാടി. മാർക്സ് പറഞ്ഞു വർഗസമരമാണ് നടത്തേണ്ടത്, ഇത് ശരിയല്ല, ഇത് അരാജകവാദമാണ്. ഇത് പിൽക്കാലത്ത് ഈ സോഷ്യലിസ്റ്റ് വ്യവസ്ഥ നിലവിൽ വന്നിട്ടുള്ള ആദ്യത്തെ രാജ്യം സോവിയറ്റ് യൂണിയനാണല്ലോ. അതെ അതെ. അപ്പോൾ സോവിയറ്റ് യൂണിയനിൽ ഈ പറഞ്ഞ മുസ്ലിം വിഭാഗമുണ്ട്, ക്രിസ്ത്യൻ വിഭാഗമാണ് കൂടുതൽ, മുസ്ലിം വിഭാഗങ്ങളുണ്ട്. ആ മുസ്ലിം വിഭാഗങ്ങൾക്ക് തന്നെ അവരുടെ മതസ്വാതന്ത്ര്യം സംരക്ഷിച്ചുകൊണ്ടാണ് സോവിയറ്റ് ഭരണഘടന രൂപീകരിച്ചത്. അവിടുത്തെ വ്യവസ്ഥയനുസരിച്ച് വിശ്വാസ സ്വാതന്ത്ര്യമുണ്ട്. പിന്നീട് ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു സോഷ്യലിസ്റ്റ് രാജ്യമാണല്ലോ പിന്നെ ക്യൂബ. അതെ അതെ. ആ ക്യൂബയിൽ ഫിഡൽ കാസ്ട്രോ നടത്തിയിട്ടൊരു അഭിമുഖ സംഭാഷണം ഇപ്പോൾ പുസ്തക രൂപത്തിൽ കിട്ടുന്നുണ്ട്. ഫ്രൈ ബെറ്റോ നടത്തിയിട്ടുള്ള അഭിമുഖ സംഭാഷണം, ദിവസങ്ങളോളം നീണ്ടിട്ടുള്ള അഭിമുഖ സംഭാഷണം. മലയാളത്തിൽ എൻ്റെ പുസ്തകം വന്നിട്ടുണ്ട്, മതത്തെപ്പറ്റി. സോഷ്യലിസ്റ്റ് വ്യവസ്ഥ നിലവിലുള്ള ക്യൂബയിൽ മതസ്വാതന്ത്ര്യം എങ്ങനെയാണ്. അപ്പോൾ അവിടെ നിരീശ്വരവാദ പ്രചരണമൊന്നുമില്ല, മതസ്വാതന്ത്ര്യമുണ്ട്. അവിടെ ഭൂരിപക്ഷവും ക്രിസ്ത്യാനികളാണ്. അപ്പോൾ ആ രാജ്യത്ത് എന്താണ് കാസ്ട്രോവിൻ്റെ നിലപാട് എന്ന് ഈ ഫ്രൈ ബെറ്റോ ചോദിക്കുന്ന അവസരത്തിൽ അതിന് മറുപടിയായി അദ്ദേഹം പറയുന്നത്, ഞങ്ങൾക്ക് അതൊരു അജണ്ടയേ അല്ല. കാരണം ഞങ്ങളുടെ ശത്രുക്കളാരാണ് സാമ്രാജ്യത്വം, അമേരിക്ക. കാരണം അമേരിക്കൻ ഭൂഖണ്ഡത്തിലാണല്ലോ ക്യൂബ. അവരാണല്ലോ ഇപ്പം ഗൾഫിലടക്കമുള്ള ഈ സംഘർഷസ്ഥിതി ഉണ്ടാക്കുന്നത്, അമേരിക്കയാണ്. ആ അമേരിക്കൻ സാമ്രാജ്യത്തിനായിട്ട് പൊരുതുന്ന അവസരത്തിൽ വിശ്വാസികളടക്കം ഞങ്ങളുടെ കൂടെ വേണം, ചേരണം. അതിൽ പിന്നെ വ്യത്യാസം ഉണ്ടാക്കുക എന്നല്ല, സാമ്രാജ്യത്വമാണ് ഞങ്ങളുടെ മുഖ്യമായിട്ടുള്ള ശത്രു. അതിനെതിരായിട്ട് വിശ്വാസികളെ അടക്കം യോജിപ്പിക്കുന്ന നിലപാടാണ് തങ്ങൾക്കുള്ളത്. വിശ്വാസികളെ ക്യൂബയിലെ സോഷ്യലിസ്റ്റ് ഭരണകൂടത്തിനെതിരായിട്ട് ഉപയോഗിക്കാൻ സാമ്രാജ്യത്തിന് അവസരം കൊടുക്കരുത് എന്നാണ് ഫിഡൽ കാസ്ട്രോ പറയുന്നത്. ശരി. അപ്പോൾ അങ്ങനെയാണ് ശരിക്ക് ഇനി അടുത്ത അമേരിക്കയുടെ ലക്ഷ്യം ക്യൂബയാണെന്ന് ഇപ്പോൾ ട്രംപ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. തീർച്ചയായിട്ടും. അപ്പോൾ അതുകൊണ്ട് ഈ സാമ്രാജ്യത്വത്തെ എതിർക്കാൻ കമ്മ്യൂണിസ്റ്റുകാരും അതുപോലെ തന്നെ നാനാ മതവിശ്വാസികളും ഇപ്പോൾ പോപ്പടക്കം ഈ ട്രംപിൻ്റെ ഭ്രാന്തൻ നടപടിക്കെതിരായിട്ട് പ്രതികരിച്ചല്ലോ. അപ്പം അതുകൊണ്ട് ലോകസമാധാനം ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ അതിൽ നാനാവിശ്വാസികൾ, അടിവരയിട്ട് പറയേണ്ട നാനാവിശ്വാസികൾ, നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരനാണ്, ഞാനൊരു മതവിശ്വാസിയാണ്, അപ്പോൾ എല്ലാവരും യോജിച്ചുകൊണ്ട് സാമ്രാജ്യത്വം എതിർക്കുക എന്നാണ് ഇന്ന് ലോകത്ത് ആവശ്യമായിട്ടുള്ള കാര്യം. അത് ചെയ്യണം. ഇന്ത്യയിലും അതുതന്നെയാണല്ലോ അവസ്ഥ. ഇന്ത്യയിലിപ്പോൾ മോദിയുടെ സർക്കാർ അത് RSSൻ്റെ അജണ്ടയല്ലേ നടപ്പാക്കുന്നത്. RSSന് വേണ്ടിയാണല്ലോ, RSSൻ്റെ അജണ്ടയാണ് നടപ്പാക്കുന്നത്. അപ്പോൾ മതരാഷ്ട്രം ഉണ്ടാക്കാനുള്ള ശ്രമം. അപ്പോൾ അവർ പറയുന്നത് എന്താ, സ്വത്വം. അതാണ് ഇവിടെ പ്രധാനമായിട്ട് കേരളത്തിൻ്റെ സാഹചര്യത്തിൽ മുസ്ലിം ഏകീകരണം എന്നൊക്കെ പറയുന്നിട്ട് ചിലർ വരുന്നുണ്ടല്ലോ. അപ്പോൾ എന്ന് പറഞ്ഞാൽ അത് സ്വത്വമാണ്. അപ്പോൾ ഇന്ത്യയിൽ അധികാര കസേര ഉറപ്പിക്കുന്നതിന് വേണ്ടി അപ്പം ഇന്ത്യയിലെ സാഹചര്യം എന്ന് പറഞ്ഞാൽ RSS സംഘപരിവാരം എങ്ങനെയാണ് അധികാര കസേര സംരക്ഷിക്കുന്നത്? ഹിന്ദു സ്വത്വരാഷ്ട്രീയം ശക്തിപ്പെടുത്തിക്കൊണ്ടാണ്. ഇതാണ് ഹിന്ദു സ്വത്വരാഷ്ട്രീയം ശക്തിപ്പെടുത്തുക. അപ്പോൾ ജാതീയമായിട്ടുള്ള വ്യത്യസ്തതകളൊക്കെ ഇന്ത്യയിലുണ്ട്. ആ വൈവിധ്യങ്ങളൊക്കെ ഇല്ലാതാക്കി, അല്ലെ മറച്ചു വെച്ച്, വൈവിധ്യങ്ങൾ ഇല്ലാതാക്കാൻ പറ്റില്ല. അപ്പോൾ അതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് ഹിന്ദു യൂണിറ്റി, മുസ്ലിങ്ങളാണ് നിങ്ങളുടെ ശത്രു, ക്രിസ്ത്യാനികളാണ് നിങ്ങളുടെ ശത്രു, കമ്മ്യൂണിസ്റ്റുകാരാണ് നിങ്ങളുടെ ശത്രു എന്ന് പറഞ്ഞിട്ട് ഒരു ഐക്യം ഉണ്ടാക്കുകയാണല്ലോ. അപ്പോൾ ഇസ്ലാം ഭീതി ഉണ്ടാക്കുക, ഇസ്ലാമോഫോബിയ, ഇതൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് ഒരു ഹിന്ദു യൂണിറ്റ് വേണ്ടി ശ്രമിച്ചുകൊണ്ട് അവർ അധികാര കസേര സംരക്ഷിക്കുകയാണ്. അപ്പോൾ സ്വത്വരാഷ്ട്രീയം ഇന്ത്യയിൽ വലിയ ആപത്തായിട്ട് വന്നിരിക്കുകയാണ് ഈ സാഹചര്യം. അപ്പോൾ അതുകൊണ്ട് അതിനെ മറികടക്കണമെങ്കിൽ, അതിനെ പരാജയപ്പെടുത്തണമെങ്കിൽ എന്ത് വേണം? ന്യൂനപക്ഷങ്ങൾക്കിടയിലും സ്വത്ത് രാഷ്ട്രീയമല്ല വേണ്ടത്, ന്യൂനപക്ഷങ്ങളുടെ സ്വത്ത് പ്രശ്നങ്ങളുണ്ട്, അത് നമ്മൾ ശ്രദ്ധിക്കാൻ പറ്റില്ല. അതെ, തീർച്ചയായിട്ടും ആ സ്വത്ത് പ്രശ്നങ്ങൾ പരിഹരിക്കുകയും ചെയ്യുന്ന മതനിരപേക്ഷ രാഷ്ട്രീയത്തിൻ്റെ ശക്തിപ്പെടലാണ് ഇന്നത്തെ ഇന്ത്യയിൽ ആവശ്യമായിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാരും ഇടതുപക്ഷക്കാരും നാനാവിശ്വാസികളും യോജിച്ചുകൊണ്ട് ഈ മുഖ്യ ശത്രുവായിട്ടുള്ള സ്വത്ത് രാഷ്ട്രീയം ഉണ്ടല്ലോ, അതിനെ പരാജയപ്പെടുത്തുകയാണ്. ഹിന്ദുത്വ രാഷ്ട്രീയത്തെ പരാജയപ്പെടുത്തുകയാണ്. അതാണ് ഇപ്പോൾ ശരിക്കും നമ്മുടെ ലക്ഷ്യമായിട്ടുള്ളത്. തീർച്ചയായിട്ടും. അപ്പോൾ അതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അങ്ങനെ ഒരു പുതിയ അജണ്ട എന്തെങ്കിലും ഉണ്ടോ? അപ്പം 24ാം പാർട്ടി കോൺഗ്രസ്സിലൊരു കാര്യം. തീർച്ചയായിട്ടും 24ാം പാർട്ടി കോൺഗ്രസ്സിൽ ഒരു ഭാഗം
പുതുതായിട്ട് വന്നതായിട്ട് നമ്മൾ സൂക്ഷ്മാന്വേഷണത്തിന് മനസ്സിലാക്കാൻ പറ്റും. എന്താണെന്ന് പറഞ്ഞാൽ ഈ വിശ്വാസികളെ അടക്കം, നാനാ വിശ്വാസികളെ അടക്കം, ഏത് മതവിശ്വാസിയാണ്, മതവിശ്വാസിയെ അടക്കം അണിനിരത്തിക്കൊണ്ട് വർഗീയതക്കെതിരായിട്ട് പൊരുതുക. ആ ഒരു പുതിയ കാഴ്ചപ്പാട് നേരത്തെ ഉണ്ടായിരുന്നില്ല. നേരത്തെ ഉണ്ടായിരുന്നു. അപ്പം ഈ വിശ്വാസികൾക്കെതിരെ അങ്ങനെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മെമ്പർഷിപ്പിലേക്ക് വിശ്വാസിക്ക് വരാൻ പറ്റുമോ എന്നുള്ളതാണ് ഞാൻ. തീർച്ചയായിട്ടും. അതായത് മഹാനായിട്ടുള്ള ലെനിൻ സോഷ്യലിസ്റ്റ് വ്യവസ്ഥയുടെ സ്ഥാപകനാണല്ലോ. ലെനിൻ അക്കാര്യത്തിൽ ഉള്ള ചോദ്യത്തിന് മറുപടി പറയുന്നുണ്ട്. ഒരു പുരോഹിതന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അംഗമാവാമോ എന്ന ചോദ്യമാണ് ലെനിനോട് ചോദിച്ചത്. ആവാം എന്നാണ് മറുപടി. പുരോഹിതനാവാം എന്നതാണ്. എന്തുകൊണ്ട്? ഇപ്പോൾ മാർക്സിസത്തിൻ്റെ 3 ഉറവിടങ്ങളുണ്ട്. ഒന്ന് അതിൻ്റെ സാമ്പത്തിക ശാസ്ത്രം. ആ സാമ്പത്തിക ശാസ്ത്രം എന്ന് പറയുമ്പോൾ അസമത്വം, ചൂഷണം, ഇതിനെതിരായിട്ട് നിങ്ങൾക്ക് സമരം നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും വിശ്വാസികളെ അടക്കം അണിനിരത്താൻ പറ്റും. അതുപോലെ തന്നെ സോഷ്യലിസ്റ്റ് വ്യവസ്ഥ സ്ഥാപിക്കുന്ന നീതിയുടെ നടപടികൾ, അതിൽ വിശ്വാസിയോ അവിശ്വാസിയോ എന്നുള്ള പ്രശ്നം വരുന്നില്ല. അതേസമയം ആശയതലത്തിൽ പ്രപഞ്ചത്തെ സംബന്ധിച്ചുള്ള കമ്മ്യൂണിസ്റ്റുകാരുടെ കാഴ്ചപ്പാട് വ്യത്യസ്തകൾ നിലനിൽക്കുന്നുണ്ട്. അവിടെ വിശ്വാസിയും കമ്മ്യൂണിസ്റ്റുകാരും തമ്മിൽ വ്യത്യസ്തത നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ മൂർത്തമായ പ്രശ്നങ്ങളിൽ ഇന്നത്തെ കാലത്ത് ഇടപെടണമെങ്കിൽ നാനാവിശ്വാസികൾ യോജിക്കണം. ഇതാണ് അക്കാര്യത്തിലുള്ള പാർട്ടി നിലപാട്. പിന്നെ വിശ്വാസികളുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ ഒരു എൻഗേജ്മെൻറ്റ് പറയാമോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടിയുള്ള അത്തരം കാര്യങ്ങൾ? തീർച്ചയായിട്ടും വിശ്വാസികളുമായിട്ട് നല്ല ബന്ധമുണ്ട്. അതായത് ഇപ്പോൾ സഹീദ് റൂമി എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ടല്ലോ. തീർച്ചയായിട്ടും. ഒരു മതചിഹ്നം അവിടെ ഇല്ല. അതേസമയം വീട്ടിൽ താമസിക്കുന്നവർക്ക് വിശ്വാസമുണ്ട്. അവരതിൻ്റെ ഭാഗമായിട്ട് പിന്നെ അമ്പലത്തിൽ പോകുന്നവർക്ക് അമ്പലത്തിൽ പോകാം. അതിനൊന്നും ഞാൻ തടഞ്ഞിട്ടില്ല. അതേസമയം ഈ മതവിശ്വാസികളിൽ അവരുടെ വിശ്വാസത്തിൻ്റെ സൈദ്ധാന്തികമായിട്ടുള്ള തലത്തിൽ തന്നെ നന്മയുടെ അംശങ്ങളുണ്ടെന്നാണ് ഞാൻ കണക്കാക്കുന്നത്. എന്ന് പറഞ്ഞാൽ മതത്തിൻ്റെ ധാർമ്മിക മൂല്യങ്ങൾ പിന്തുടരുന്നവരുണ്ട്, അനുഭവങ്ങളുണ്ട്. ഇതാണ്. അതായത് ഈ RSSൻ്റെ വധശ്രമത്തിൽ നിന്ന് രക്ഷപ്പെട്ട് 3 മാസക്കാലം എറണാകുളത്തെ സ്പെഷ്യലിസ്റ്റ് ഹോസ്പിറ്റലിൽ ചികിത്സയിൽ കഴിഞ്ഞതിന് ശേഷം ഞാൻ തിരിച്ച് തലശ്ശേരിയിലെത്തുന്നുണ്ട്. തലശ്ശേരിയിൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റലായിരുന്നു ഈ ഫിസിയോതെറാപ്പി ട്രീറ്റ്മെൻറ്റ്. അന്ന് ഈ കൈയൊന്നും പ്രവർത്തനക്ഷമമല്ലല്ലോ. ആ പ്രവർത്തനക്ഷമമാവുന്നത് അതോടുകൂടിയാണ്. ആ ചികിത്സയിൽ തുടരുന്ന ഘട്ടത്തിൽ ഒരു ദിവസം നമ്മുടെ ഈ കൂടെയുള്ള ആൾ പറഞ്ഞു, നിങ്ങളെ കാണാൻ വേണ്ടി 3 കന്യാസ്ത്രീകൾ വന്നിട്ടുണ്ട്. കന്യാസ്ത്രീകൾ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നോട്ടെ എന്ന് പറഞ്ഞു. അവർ വന്നു. മുൻപരിചയമുള്ള ആൾക്കാരൊന്നുമല്ല. അതായത് തലശ്ശേരി കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിൻ്റെ അടുത്താണ് അവിടുത്തെ ബിഷപ്പ് ഹൗസ്. അതാണ് തലശ്ശേരി അതിരൂപതയുടെ. അപ്പോൾ അവിടുന്ന് 3 നേഴ്സ് പിന്നെ സിസ്റ്റർമാർ വന്നു, കന്യാസ്ത്രീകൾ കണ്ടു. പിന്നെ ഈ ആരോഗ്യസ്ഥിതിയൊക്കെ അന്വേഷിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കാനാണ് വന്നത്. അപ്പോൾ ഞാൻ 1 മിനിറ്റ് മൗനം. കാരണം എന്താണ് അവരോട് പറയേണ്ടത്? അപ്പം നിങ്ങൾ പ്രാർത്ഥിച്ചത് കൊണ്ട് എനിക്ക് യാതൊരു മെച്ചം ഉണ്ടാവില്ല, എനിക്കിവിടെ ചികിത്സ ചെയ്യുന്നുണ്ടെന്നല്ലേ ഞാൻ പറയേണ്ടത്. പെട്ടെന്ന് ഞാൻ ആലോചിച്ചത് അവരുടെ മനസ്സിൻ്റെ നന്മ ആണ്. അപ്പോൾ അവർ കേട്ടറിവിൻ്റെ അടിസ്ഥാനത്തിലല്ല, ഞങ്ങളുമായിട്ട് നേരത്തെ യാതൊരു ബന്ധവുമില്ലല്ലോ. കേട്ടറിവിൻ്റെ അടിസ്ഥാനത്തിൽ ഇദ്ദേഹം ആക്രമിക്കപ്പെട്ടിരിക്കുന്നു. അത് സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഒരു വ്യക്തിയാണ് ആക്രമിക്കപ്പെട്ടത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ മനസ്സിൽ ആ അക്രമികളുടെ പിന്നിലുള്ള ആശയത്തോടുള്ള എതിർപ്പുണ്ട് എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. അപ്പോൾ അവർ വിശ്വാസികളാണ്. അപ്പോൾ അവർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി വരുന്നു. ഞാൻ പറഞ്ഞു പ്രാർത്ഥിച്ചോളൂ എന്ന് പറഞ്ഞു. അവർ ആ ആസ്പത്രി മുറിക്കകത്ത് വെച്ച് പ്രാർത്ഥിച്ചു ഈ 3 കന്യാസ്ത്രീകൾ. ഞാൻ മൗനമായി നിന്നു. അതൊരനുഭവം. പിന്നെയൊന്ന്, എൻ്റെ ഒരു സുഹൃത്തുണ്ട്. ആ സുഹൃത്ത് ഇസ്ലാം മതവിശ്വാസിയാണ്. കണ്ണൂരിലെ പ്രമുഖമായിട്ട് വ്യവസായ കുടുംബത്തിൽപ്പെട്ട ആളാണ്, ഹാരിസ് ബായ്. അപ്പോൾ ഹാരിസ് ബായ് എൻ്റെ അടുത്ത് ഒരു സഹായത്തിനാണ് വന്നത്. അപ്പോൾ അദ്ദേഹത്തിന് വയനാട്ടിൽ ഭൂമിയുണ്ട്, എക്കോളജിക്കലി ഫ്രാജൈലായിട്ടുള്ള ഭൂമിയാണ്. അതാണ് പാരിസ്ഥിതിക ലോലപ്രദേശങ്ങൾ. അപ്പോൾ ഫോറസ്റ്റുകാർ ഇവരുടെ പരമ്പരാഗതമായിട്ടുള്ള
ആ കുടുംബത്തിൻ്റെ ഭൂമിയാണ്. അപ്പോൾ അത് ഫോറസ്റ്റാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്, ഈ പരിസ്ഥിതിയിൽ ഓലപ്രദേശമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഫോറസ്റ്റുകാരെ അതിക്രമിച്ച് കയറുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് വന്നത്. ഞാനത് അന്വേഷിച്ചപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്ന കാര്യമില്ല, നിയമം വളരെ വ്യക്തമാണ്. അപ്പോൾ അദ്ദേഹം അതിനെ തുടർന്ന് അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, എനിക്ക് യാതൊന്നും ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. പക്ഷെ അദ്ദേഹം അതുമുതൽ മരിക്കുന്നത് വരെ, അന്തരിക്കുന്നത് വരെ അദ്ദേഹം നിരന്തരമായിട്ട് എന്നെ ബന്ധപ്പെടും. പ്രത്യേകിച്ച് അദ്ദേഹം ഈ അച്ചാറുണ്ടല്ലോ, നിങ്ങൾക്ക് വലിയ പ്രിയമാണല്ലോ അച്ചാർ. അപ്പോൾ അദ്ദേഹം വിവിധ അച്ചാറുകളുടെ റെസിപ്പി എനിക്ക് തരും, ആ റെസിപ്പി എനിക്ക് തരും. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വയനാട്ടിലെ എസ്റ്റേറ്റിൽ പ്രധാനപ്പെട്ട ഒരു നാരങ്ങയുണ്ട്, അത് വിദേശത്ത് നിന്ന് കൊണ്ടുവന്ന് നട്ടു വളർത്തിയതാണ്. അപ്പോൾ ആ നാരങ്ങ തരും. അങ്ങനെയുള്ള സൗഹൃദമായിട്ടൊരു ബന്ധം. അതിനിടയിൽ അദ്ദേഹം ഒരു ദിവസം പറഞ്ഞു, ഞാൻ ഉമ്മറക്ക് പോകുന്നുണ്ട് എന്ന് പറഞ്ഞു. ഉമ്മറക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞു, എല്ലാവിധ ആശംസകളും, നമുക്ക് തിരിച്ചു വന്നിട്ട് കാണാമെന്ന് പറഞ്ഞു. അപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഒരു ഫോൺ കോൾ, അത് സേവ് ചെയ്ത നമ്പറല്ല, അപ്പോൾ വിദേശത്തു നിന്നുള്ള ഒരു നമ്പറാണ്. അപ്പോൾ ഞാൻ അറ്റൻഡ് ചെയ്തപ്പോൾ ഹാരിസ് ഭായ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഉംറക്ക് വന്നു, ഉംറ നിർവഹിച്ചു, ആ കൂട്ടത്തിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അല്ലാതെ എൻ്റെ മനസ്സിനെ വല്ലാതെ പിന്നെ ഒരു വല്ലാത്ത വികാരത്തിനടിപ്പെടുത്തിയിട്ടുള്ള ഒരു സന്ദർഭമായിരുന്നു. അദ്ദേഹം എന്നെ പ്രീതിപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതല്ല. കാരണം അദ്ദേഹം എന്തിനാണോ സഹായത്തിന് ചോദിച്ചു വന്നത്, അത് കാര്യത്തിൽ എനിക്ക് യാതൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. പിൽക്കാലത്തും അദ്ദേഹം ഒന്നും എന്നോട് ആവശ്യപ്പെട്ടിട്ടില്ല. അപ്പോൾ അദ്ദേഹം എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എന്ന് പറയുമ്പോൾ ഞാൻ കണക്കാക്കുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമുണ്ടല്ലോ, ഈ മതത്തിൻ്റെതായിട്ടുള്ളൊരു ചില ധാർമ്മിക മൂല്യങ്ങളുണ്ട്. അദ്ദേഹം പ്രാർത്ഥിക്കുന്നത് മുഹമ്മദ് നബി പ്രാർത്ഥിച്ച, തീർച്ചയായിട്ടും മക്കയിലെ പള്ളിയിൽ പ്രവാചകനായിട്ടുള്ള മുഹമ്മദ് നബി അടക്കം പ്രാർത്ഥിച്ച പള്ളിയിൽ പോയിട്ട് ഈ എളിയവനായിട്ടുള്ള എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എന്ന് മാത്രമല്ല, അദ്ദേഹം അവിടുന്ന് ആ പ്രാർത്ഥന നിർവഹിച്ചതിന് ശേഷം അവിടുന്ന് തന്നെ എന്നെ വിളിക്കുന്നു. അപ്പോൾ ആ വ്യക്തിത്വം എന്ന് പറയുന്നത്, അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള എന്നോടുള്ള ഒരു സ്നേഹവും സൗഹൃദവും ഉണ്ടല്ലോ, അത് വല്ലാതെ മനസ്സിൽ സന്തോഷം സൃഷ്ടിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇത് ഇവിടെ മാത്രമല്ല, ഇപ്പോൾ രാഷ്ട്രീയത്തിൽ പലപ്പോഴും നമുക്ക് എനിക്ക് അർഹമായ പരിഗണന കിട്ടിയില്ല എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ട്. ചിന്തിച്ചിട്ടും കാര്യമില്ലല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്നെപ്പോലെയുള്ള ആളുകൾക്ക് അങ്ങനെ പല ബന്ധങ്ങളുണ്ടാവും. അപ്പോൾ അവരൊക്കെ വിളിച്ചു പറയും, നിങ്ങളുടെ നക്ഷത്രം എന്താണ് എന്ന് ചോദിക്കും. അപ്പോൾ അവർ നക്ഷത്രം മനസ്സിലാക്കിയിട്ട് പിന്നീട് അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചിട്ട് അതിൻ്റെ റിസീറ്റ് അയച്ചു തരും, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ശത്രുസംഹാരം അതാർക്കാ കൊള്ളാന്ന് പറയാൻ പറ്റൂല. അപ്പോൾ അതൊന്നും നമ്മളെ ബാധിക്കുന്നൊരു വിഷയമല്ല. പക്ഷേ അവരുടെയൊക്കെ മനസ്സിൽ ഒരു മതവിശ്വാസിക്ക് ഇങ്ങനെ ഉള്ള ഒരു വ്യക്തിയോട് കാണിക്കുന്ന സ്നേഹം, ആ സ്നേഹം ഒരു മതമൂല്യത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ്, ധാർമ്മിക മൂല്യത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ്. അതിനോട് ആദരവ് തോന്നിയിട്ടുണ്ട്. എൻ്റെ ഇപ്പോഴത്തെ ഈ പുസ്തകം ഉണ്ടല്ലോ, കേരളം മുസ്ലിം രാഷ്ട്രീയ ഇസ്ലാം, ആ പുസ്തകം രചിക്കുന്ന അവസരത്തിലും കൂടുതൽ ഇക്കാര്യം സംബന്ധിച്ച് എനിക്ക് മനസ്സിലാക്കാനായിട്ടുണ്ട്. അത് സംബന്ധിച്ച് ഞാനൊരു സാധാരണ ഒരു പ്രവർത്തനം, മഹാപണ്ഡിതനൊന്നുമല്ലല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടുള്ള പല കാര്യങ്ങളും തിരിച്ചറിയാനായിട്ടുണ്ട്. അപ്പോൾ ഈ പുസ്തകം എഴുതാൻ വലിയ സമയം എടുത്തിട്ടുണ്ടാവും അല്ലേ? കാരണം കൂടുതൽ സമയം എടുത്തിട്ടുണ്ട്. കുറേ വായിച്ച. അപ്പോൾ അതിന് മാത്രമൊക്കെ സമയം കിട്ടിയോ നിങ്ങൾക്ക്? സമയം കിട്ടിയല്ലോ. കിട്ടിയില്ല. നമ്മൾ ആദ്യം ഈ പുസ്തകത്തിലേക്ക് കടക്കാനേ, ഇപ്പോൾ പുസ്തകത്തിലേക്ക് നമ്മൾ കടക്കുമ്പം ഈ കേരളത്തിലേക്ക് ഇസ്ലാം വന്ന കാര്യമാണല്ലോ പറയണത്. അപ്പോൾ അതിൽ കേരളത്തിൽ ഇസ്ലാം വരുന്നത് നേരത്തെ നമ്മളൊക്കെ മനസ്സിലാക്കിയത് ഇപ്പോൾ മാലിക് ദീനാറും പിന്നീട് ഈ കടൽ മാർഗം വന്ന ആൾക്കാരാണ്. അപ്പോൾ അതിൽ ഈ മൺസൂൺ ഇസ്ലാമിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്, അതൊന്ന് വിശദീകരിച്ച് പറയാം. അതായത് ഈ ഇതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് പുസ്തകങ്ങളൊക്കെ റെഫർ ചെയ്തു. കൂട്ടത്തിൽ പറയാം, ജമാഅത്തെ ഇസ്ലാമിയുടെ സംസ്ഥാന ശൂറ കമ്മിറ്റി അംഗം ഒരു ദിവസം എന്നെ വിളിച്ചു. അപ്പോൾ നിങ്ങളിന്ന് കാണുന്നുണ്ടെന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ച എന്താണെന്നറിയില്ല. അപ്പോൾ വന്നിട്ട് അദ്ദേഹം പറഞ്ഞു, നിങ്ങളിങ്ങനെ
ഈ മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ച് പഠനം നടത്തുന്നു എന്നറിയുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ അദ്ദേഹത്തോട് ആരോ പറഞ്ഞു കൊടുത്തതാണ്. അദ്ദേഹം കുറേ പുസ്തകങ്ങൾ എനിക്ക് തന്നു, കുറേ പുസ്തകങ്ങൾ തന്നു. അപ്പോൾ അതും ഞാൻ പരിശോധിച്ചിട്ടുണ്ട്, ഈ പുസ്തകരചനയുടെ ഭാഗമായിട്ട് പരിശോധിച്ചിട്ടുണ്ട്. അപ്പോൾ ആ പരിശോധിച്ച കൂട്ടത്തിൽ ഒരു മാധ്യമ പ്രവർത്തകൻ തന്നിട്ടുള്ളൊരു പുസ്തകമുണ്ട്. ആ പുസ്തകമാണ് മൺസൂൺ ഇസ്ലാം എന്ന് പറയുമ്പോൾ ഈ പ്രവാചകൻ്റെ കാലം തൊട്ടേ ഇസ്ലാമിൻ്റെ വരവ് ഇവിടെയുണ്ട്, ഇസ്ലാം ആശയങ്ങൾ കേരളത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷെ പ്രധാനമായിട്ടും 12-ാം നൂറ്റാണ്ടിന് ശേഷമാണ് സംഘടിതമായ നിലയിലുള്ള ഇസ്ലാമിൻ്റെ വിശ്വാസ പ്രചരണങ്ങൾ ഇവിടെ നടന്നിട്ടുള്ളത്. അത് സൂഫി പാരമ്പര്യം, അപ്പോൾ സൂഫികളായിട്ടുള്ള ആളുകൾ, അപ്പോൾ അവർ കേരളത്തിലേക്ക് വന്നിട്ട് മതപ്രചരണം നടത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇസ്ലാമിൻ്റെ കടന്നുവരവ് എനിക്ക് പക്ഷേ ഈ വായിച്ച പുസ്തകങ്ങളിൽ വളരെ ഹൃദ്യമായി തോന്നിയത് സെബാസ്റ്റ്യൻ പ്രാങ്കയുടെ മൺസൂൺ ഇസ്ലാം എന്നുള്ള പുസ്തകമാണ്. ആ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്ന ഒരു കൗതുകരമായിട്ടുള്ള കാര്യം, വ്യാപാരികൾ, വ്യാപാരി സമൂഹം കേരളത്തിലേക്ക് വന്നു. ഇപ്പോൾ നമ്മൾ കേരളത്തിലെ മുസ്ലിങ്ങളെ നോക്കുമ്പോൾ പ്രധാനമായിട്ട് വ്യാപാരി സമൂഹം തന്നെയാണ്. ഞാൻ മുമ്പ് കൗതുകരമായിട്ട് ഒരു കാര്യമായി തോന്നിയത്, അന്ന് ഈ ഫോൺ നമ്പർ ഉണ്ടല്ലോ, ലാൻഡ് ലൈൻ നമ്പർ ഉണ്ടല്ലോ, ആ അന്നത്തെ ഫോൺ ഡയറക്ടറി ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ പട്ടണങ്ങളിലെ പ്രധാനപ്പെട്ട ഈ ഫോൺ നമ്പേഴ്സിൻ്റെ ഉടമകളൊക്കെ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട കച്ചവടക്കാരാണ്. കച്ചവടത്തിലൂടെ ഈ ഇസ്ലാം മത ആശയങ്ങൾ ഇവിടത്തേക്ക് കടന്നു വന്നിട്ടുണ്ട്. പ്രാങ്കെ പറയുന്നത് ഈ പറയുന്ന വ്യാപാരി സമൂഹം ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ സ്വാഭാവികമായിട്ടും അവർ ഇവിടെ വ്യാപാരത്തിലൂടെയും ഇസ്ലാം മതാശയങ്ങൾ ഇങ്ങോട്ടേക്ക് വ്യാപിച്ചിട്ടുണ്ട് എന്നതാണ്. അപ്പോൾ അതിൽ മൺസൂൺ കാലം എന്ന് പറഞ്ഞാൽ ഈ കാറ്റിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് വരിക. അപ്പോൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഈ ജൂൺ ജൂലൈ മാസങ്ങളിൽ തിരിച്ചു പോകാൻ പറ്റില്ല, കടൽ ക്ഷുഭിതമായിട്ടുള്ള അവസ്ഥയാണ്. അപ്പോൾ ആ ഘട്ടത്തിൽ ഇവിടെ താമസിക്കേണ്ടി വരും. ഇവിടെ വിവാഹം കഴിച്ചു, ഇവിടെ സാംസ്കാരികമായി വിനിമയം നടത്തി, അങ്ങനെയൊക്കെയുള്ള ഒരു കാര്യമാണ്, കൂടുതൽ ശാസ്ത്രീയമാണ് എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരു കുറച്ചുകൂടി ചരിത്രബന്ധിതമായ ഒരു പഠനമാണ് എന്ന് പറഞ്ഞാൽ സൂഫികളെക്കാളും പ്രബോധകരെക്കാളും ഇവിടുത്തെ ഇസ്ലാമിനെ സ്വാധീനിച്ചിരിക്കുന്നത് വ്യാപാരികളാണെന്നുള്ള പ്രാങ്കയുടെ പഠനം കറക്റ്റാണ് എന്ന് നിങ്ങൾക്കൊരു തോന്നലുണ്ടായിട്ടുണ്ട്. പിന്നീട് ഈ അധ്യായത്തിൽ പറയുന്നത് ഇവിടുത്തെ ഒരു സാംസ്കാരിക വിനിമയങ്ങളെ കുറിച്ചാണ്. എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഇസ്ലാമും മുസ്ലിം സമൂഹവും കേരളത്തിൻ്റെ ഒരു പൊതുമണ്ഡലത്തിൽ ജീവിച്ചത് എന്നാണ്. അതെന്തൊക്കെ കാര്യങ്ങൾ? അപ്പോൾ ഒരു ഉദാഹരണത്തിന്, അതായത് ഒന്ന് കേരളീയ സമൂഹം എങ്ങനെയായിരുന്നു എന്നത് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇവിടെ ഹിന്ദു വിഭാഗങ്ങളാണല്ലോ ഉണ്ടായിരുന്നു. അപ്പോൾ ഹിന്ദു മതം എന്ന് പറയാൻ പറ്റില്ല, ഹിന്ദു വിഭാഗങ്ങൾ, അതിൽ പട്ടികജാതിക്കാരും അതുപോലെ തന്നെ മറ്റ് ജാതി ശ്രേണി. അപ്പോൾ ജാതീയമായി വിഭജിക്കപ്പെട്ട ഈ സമൂഹത്തിനകത്ത് സ്വാഭാവികമായിട്ടും ഈ അസമത്വം നിലനിന്നിട്ടുണ്ടല്ലോ. അതെ. ജാതി മേധാവിത്വത്തിൻ്റെ അടിച്ചമർത്തലുകൾ, ആ അടിച്ചമർത്തലുകളുടെ ഇടയിലാണ്, അടിച്ചമർത്തലുകളുടെ അനുഭവങ്ങൾ ഉള്ള ഒരു ജനതക്കിടയിലാണ് ഇസ്ലാമിൻ്റെ വരവ്. അപ്പോൾ നീതിയുടെയും കരുണയുടെയും മതം, അതാണ്. കരുണ അവിടെ കിട്ടും, നീതി അവിടെ കിട്ടും. അതായത് കുമാരനാശാൻ്റെ ദുരവസ്ഥയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, ഏത് തൊപ്പിയിട്ടാൽ നമ്പൂരിൻ്റെ അടുത്ത് പോയി, നീ ജാതിക്കാരനാണെങ്കിലോ നിങ്ങൾക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല എന്ന് പറയുന്നത്. വഴി മാറി നടക്കണം, തൊപ്പിയിട്ടാൽ ഒരു ജാതി സമീകരണം സാധ്യമാണ്. അപ്പോൾ അത്തരമൊരു പശ്ചാത്തലത്തിൽ ഇസ്ലാം മതത്തിലേക്ക് കൂടുതൽ ആളുകൾ ഇവിടെ മാറി എന്നതാണ് അതിലൊരു പ്രധാനപ്പെട്ട കാരണം. ഇവിടെ നിലനിന്നിരുന്ന ഉച്ചനീചത്വം തന്നെയാണ് ഇസ്ലാമിന്റെ വളർച്ചക്ക് അതൊരു വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അതാണ് സൂഫി പണ്ഡിതന്മാരായിട്ടുള്ള ആളുകൾ ഈ ചികിത്സ അത് പ്രധാനപ്പെട്ടതാണല്ലോ. അവരുടെ ചികിത്സാ വിധികൾ വലിയ നിലക്ക് ഇസ്ലാം മത പ്രചരണത്തിന് സ്വാധീനിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളുടെ ഈ ചികിത്സാ രീതികൾ എന്ന് പറഞ്ഞാൽ അതിൽ ബർക്കത്തിന് സാധനങ്ങൾ കൊടുത്തിട്ട് മാറുക അല്ലേ, പിന്നെ അവര് എല്ലാവരും മതം മാറുക. അത് മമ്പറന്തങ്ങളെ കുറിച്ചും അങ്ങനെയുള്ള ഒരുപാട് ആളുകളുടെ ആ ചരിത്രത്തിൽ അവരുടെ ഇടപെടൽ എന്ന് പറഞ്ഞാൽ അന്ന് ഒന്ന് പിന്നെ വിദ്യാഭ്യാസമില്ലാത്ത തലമുറക്കിടയിൽ ഇവർ ചെയ്തിട്ടുള്ള മനുഷ്യസ്നേഹപരമായിട്ടുള്ള കൃത്യങ്ങളുണ്ടല്ലോ, അത് വലിയ നിലക്ക് സ്വാധീനിച്ചിട്ടുണ്ട്.
അപ്പം അതാണ് കേരളവും ഇസ്ലാമും തമ്മിലുള്ള അധ്യായത്തിൽ. ഇതിൽ പിന്നെ കേരളത്തിലെ മുസ്ലിങ്ങൾക്കിടയിലുണ്ടായ ഈ എന്താ പറയുക ഒരു ഇത് പറയുന്നുണ്ടല്ലോ, എന്ത് മുസ്ലിങ്ങൾക്കിടയിലുണ്ടായ ഇപ്പോൾ ഈ ഷാജഹാൻ, തോപ്പിൽ ഷാജഹാൻ്റെ ഈ ഡോക്യുമെൻ്ററിയൊക്കെ ബേസ് ചെയ്ത് ഹിന്ദു മുസ്ലിം ബന്ധങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ആ മേഖലയിൽ എന്തൊക്കെയാണുള്ളത്? അതായത് ഒന്ന് ഇവിടുത്തെ കൾച്ചറുമായിട്ട് ഇവിടുത്തെ സംസ്കാരവുമായിട്ട് ഉൾക്കൊള്ളലിൻ്റെതായിട്ടുള്ളൊരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ഇപ്പം നേർച്ചകൾ കേരളീയ സമൂഹത്തിൽ പേർഷ്യൻ സംസ്കാരത്തിന്റെ ഭാഗം കൂടി ഉൾച്ചേർന്നിട്ടാണ് നേർച്ചകൾ. അതെ 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 അതെ. ആ നേർച്ചകൾക്കെതിരായിട്ട് ചില തീവ്രവാദ ആശയങ്ങളൊക്കെ പിൽക്കാലത്തുണ്ട്. അതെ അതെ. അപ്പോൾ ആ നേർച്ചകളൊക്കെ നമ്മൾ നോക്കുന്ന നേരത്ത് ഈ ഉൾക്കൊള്ളലിൻ്റെതായിട്ടുള്ളൊരു സമീപനമാണ് കാണാൻ കഴിയുക. അപ്പം തട്ടാന്മാരുടെ ഇങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ എൻ്റെ നാട്ടിൽ ഒരു മുസ്ലിം പള്ളിയുണ്ട്. ആ പള്ളിയിൽ ചെറുപ്പകാലത്ത് ഈ വെളിച്ചെണ്ണ നേർച്ചയായിട്ട് കൊടുക്കും. എന്നിട്ട് പിന്നെ വിളക്ക് കത്തിക്കും, നിലവിളക്ക്. ഇന്ന് ചിന്തിക്കാൻ പറ്റുമോ? ആലോചിക്കാൻ പറ്റൂല. ആലോചിച്ചാൽ തന്നെ ഭയങ്കരമായിട്ട് അക്രമമായിരിക്കും. കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു സംഗതിയായിരുന്നു വിളക്കത്തിരിക്കല്. പൊന്നാനി മുസ്ലിങ്ങൾ അവരുടെ മതപഠനം പൂർത്തിയാക്കി അതിനൊരു ബിരുദം വാങ്ങി പോരുക എന്ന് പറഞ്ഞത് പൊന്നാനി വിളക്കത്തിരിക്കലായിരുന്നു. അപ്പോൾ വിളക്കന്നെ അനിസ്ലാമികമായി മാറി. അത് കാസർഗോഡ് ജില്ലയിലും മറ്റും ഈ തെയ്യങ്ങളുണ്ടല്ലോ. അതെ അതെ. ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട തെയ്യക്കോലങ്ങളിൽ മുക്രി പോക്കർ, മുക്രി തെയ്യം, ആലിച്ചാമുണ്ടി, ഉമ്മച്ചി തെയ്യം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. അത് സ്വാഭാവികമായിട്ടും ഈ ഉൾക്കൊള്ളലിൻ്റെതായിട്ടുള്ള സമീപനം ഈ പരസ്പരം കൊടുക്കൽ വാങ്ങലുടെ ഒരു ഒരു ഇതാണ്. ഇപ്പൊ അലാമിക്കളി ഈ അലാമിക്കളി എന്ന് പറഞ്ഞാൽ ശരിക്ക് ഷിയാക്കളിലെ ഇടയിലുണ്ടായിരുന്ന ഒരു ഹുസൈനുള്ളാഹിൻ്റെ മരണ കർബലായിട്ട് ബന്ധപ്പെട്ട ഒരു സാധനമാണ് ഈ അലാമിക്കളി. അത് പിന്നീട് ഹിന്ദു വിഭാഗം ഏറ്റെടുക്കുക. ഒക്കെ കേരളത്തിൽ മാത്രം പറയാൻ പറ്റുന്ന ഒരു ചരിത്രം. അതെ അതെ. ഉൾക്കൊള്ളലിൻ്റെതായിട്ടുള്ള രീതികൾ ഇവിടെ അവലംബിച്ചതിൻ്റെ ഫലമായിട്ട് കൂടുതൽ ഇസ്ലാമിനൊരു സ്വീകാര്യത വന്നിട്ടുണ്ട്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും. പിന്നീട് പോകുന്നത് മലബാർ കലാപവും കാർഷിക പ്രശ്നങ്ങളുമാണ്. അതിൻ്റെ പശ്ചാത്തലം എങ്ങനെയാണ്? എന്താണ് അതിൽ ഒട്ടേറെ പഠനങ്ങൾ നടന്നിട്ടുണ്ടല്ലോ. അതായത് അന്നത്തെ കമ്മ്യൂണിസ്റ്റ് ഇൻ്റർനാഷണൽ തന്നെ 1919 നിലവിൽ വന്നതിന് ശേഷം 21 ഈ കലാപത്തിൻ്റെ പിന്നിലുള്ള ബ്രിട്ടീഷ് വിരുദ്ധത, സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടം എന്ന നിലക്ക് കണ്ടുകൊണ്ട് അബനി മുഖർജി നടത്തിയ പഠനമുണ്ട്. എൻ്റെ പുസ്തകത്തിന് അനുബന്ധമായിട്ട് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ കാർഷിക പ്രശ്നങ്ങൾ തന്നെയാണ് ഇതിലുള്ളത്. അതിൽ ഒന്നാമതായിട്ട് ഈ ടിപ്പു സുൽത്താൻ്റെ ഞാൻ ശ്രദ്ധിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതെ ടിപ്പു. അത് പറയാം. എന്നിട്ട് അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ടിപ്പു ഇവിടെ നിർബന്ധ മതപരിവർത്തനം നടത്തി എന്നൊക്കെയാണ് പ്രചരിപ്പിക്കുന്നത്. പക്ഷേ പ്രധാനപ്പെട്ട വാദം അതെ, ഈ ടിപ്പു സുൽത്താൻ്റെ അധിനിവേശം ഇവിടെ വന്നപ്പോൾ അതിനെതിരായിട്ട് മുസ്ലിങ്ങളിൽ നിന്ന് തന്നെ ചെറുത്തുനിൽപ്പുണ്ടായിട്ടുണ്ട്. അത്തംകുരുക്കൾ, ഉണ്ണി മൂസ, അതുപോലെ തന്നെ ചെമ്പൻ പോക്കർ, ഇവരൊക്കെ ഈ ടിപ്പുവിൻ്റെ സൈന്യത്തിനെതിരായിട്ട് ചെറുത്തുനിൽപ്പ് നടത്തിയവരാ. മനസ്സിലായില്ലേ? അപ്പോൾ മുസ്ലിങ്ങളിൽ തന്നെ എതിർപ്പ് ഉയർന്നു. കാരണം അദ്ദേഹമാണ് നികുതി പരിഷ്കാരം കൊണ്ടുവന്നത്. ആ നികുതി പരിഷ്കാരത്തിനെതിരായിട്ട് നികുതി കൊടുക്കരുത്, ടിപ്പുവിൻ്റെ ഭരണകൂടത്തിന് നികുതി കൊടുക്കരുത് എന്ന് പറഞ്ഞിട്ടുള്ള റെസിസ്റ്റൻസ് ഇവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. അതൊരു പുതിയ കാര്യം തന്നെയാണ്. ഇതിൽ എന്താണെന്ന് വെച്ചാൽ കമ്മ്യൂണിസ്റ്റുകാരനായിട്ടുള്ള എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ വൈരുദ്ധ്യങ്ങൾ ഡയലക്റ്റിക്സ് പഠിക്കണമല്ലോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ടിപ്പു പൊതുവിൽ മുസ്ലിം വിഭാഗത്തിന് ടിപ്പു വരുന്നു, സുൽത്താൻ്റെ ആളുകൾ വരുന്നു, എല്ലാവരെയും സ്വീകരിക്കുക എന്നുള്ളതല്ല, അതിനെതിരായിട്ടുള്ള എതിർപ്പ് മുസ്ലിം സമൂഹത്തിൽ നിന്ന് തന്നെ ഉയർന്നു വരുന്നുണ്ട്. ആ എതിർപ്പിൻ്റെ അടിസ്ഥാനം എന്താ? അവരുടെ കാർഷിക പ്രശ്നങ്ങൾ. കാർഷിക പ്രശ്നങ്ങളിൽ അവർക്കെതിരായിട്ട് നിലകൊള്ളുന്നു ടിപ്പു എന്ന് വന്നപ്പോൾ ടിപ്പുവിൻ്റെ സൈന്യത്തിനെതിരായിട്ടും ഇവിടെ പോരാട്ടം ഉണ്ടായി. ശരിക്കും ഉറക്കെ പറയേണ്ട സമയമാണ്. കാരണം ടിപ്പു വന്ന് മുസ്ലിങ്ങളെല്ലാവരും കൂടെ നിന്ന് ഹിന്ദുക്കളെ ഇവിടെ നാട്ടി ഓടിച്ചു എന്നൊക്കെയുള്ള ഒരു ബ്രിട്ടീഷുകാരുടെ നരേഷൻ ഇവിടെ ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യുന്ന സമയത്താണ് അത്തൻ ഗുരുക്കളും മൂസയൊക്കെ ഇവർക്കെതിരെ പോരാട്ടം നടത്തി എന്നുള്ളത് നിങ്ങൾ പുസ്തകത്തിൽ വളരെ പ്രാധാന്യത്തോടെ പറയണത്. അതൊരു പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. പിന്നീട് എന്താണ് മലബാറിലെ ഈ സംഭവങ്ങളിൽ സംഭവിക്കണത് എന്ന് പറഞ്ഞാൽ, അതായത് കഴിഞ്ഞ് ബ്രിട്ടീഷ് സാധനം വന്നിട്ടാണല്ലോ ഈ കഥ. അതായത് ഈ ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ ചരിത്രം വിശദീകരിക്കേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാം. അതായത് 1919 ഈ ഒന്നാം ലോക യുദ്ധത്തിൻ്റെ അവസാനം
ഈ ഖലീഫമാരുടെ പാരമ്പര്യം പിന്നീട് അവസാനിപ്പിക്കുക. തുർക്കിയാണല്ലോ. അതെ അതെ അതെ. തുർക്കിയാണ് പിന്നീട് ഒടുവിലത്തെ ഖലീഫയുടെ ഖലീഫയുടെ അധികാര സ്ഥാനമായിട്ടുണ്ടായിരുന്നത്. ആ ഖലീഫയെ സ്ഥാനഭ്രഷ്ടമാക്കി ബ്രിട്ടൻ. അതെ അതെ അതെ. അപ്പോൾ ബ്രിട്ടനെതിരായിട്ട് മുസ്ലിം ജനവിഭാഗത്തിൽ വലിയ നിലക്കുള്ള എതിർപ്പ് ഉയർന്നു. ലോകാടിസ്ഥാനത്തിൽ ഞങ്ങളുടെ ആത്മീയ ഗുരുവിൻ്റെ സ്ഥാനം ഇവർ തകർത്തിരിക്കുന്നു എന്ന അടിസ്ഥാനത്തിൽ മുസ്ലിങ്ങൾക്കിടയിൽ എതിർപ്പ് വന്നു. അങ്ങനെയാണ് ഈ ഖിലാഫത്ത് പ്രസ്ഥാനം വരുന്നത്. അപ്പോൾ ഖലീഫയെ ബ്രിട്ടൻ സ്ഥാനഭ്രഷ്ടമാക്കിയതിനെതിരായിട്ടുള്ള ഒരു ആത്മീയമായിട്ടുള്ള എതിർപ്പ് വന്നു. അതിനെ ഉപയോഗപ്പെടുത്താനാണ് ദേശീയ പ്രസ്ഥാനം ശ്രമിച്ചത്. മഹാത്മാഗാന്ധി മറ്റും അതിനുവേണ്ടി പരിശ്രമിച്ചു. അങ്ങനെയാണ് കോൺഗ്രസും ഖിലാഫത്ത് കമ്മിറ്റികളും യോജിച്ചുകൊണ്ട് നിയമലംഘന സമരത്തിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ആ സമരത്തിൻ്റെ ഭാഗമായിട്ടാണ് മഹാത്മാഗാന്ധി, അതുപോലെ തന്നെ പിന്നെ മൗലാന ഷൗക്കത്ത് അലി ഇവിടെ വന്നല്ലോ. അതെ, ഇവിടെ കോഴിക്കോട് 1920 വന്നു. അപ്പോൾ 19 ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് അനുമതി കൊടുത്തു. 20 മഹാത്മാഗാന്ധിയും മൗലാനയും കോഴിക്കോട് വന്ന് കടപ്പുറത്ത് പ്രസംഗിക്കുന്നു. അപ്പോൾ അപ്പോഴത്തേക്ക് വരുന്ന കാര്യം എന്താണ്? നേരത്തെ ഉള്ള കോൺഗ്രസിൻ്റെ പരിപാടികൾ പങ്കെടുക്കാത്ത വലിയൊരു ജനക്കൂട്ടം ഇതിൽ വരികയാണ്. ഇസ്ലാം മതവിശ്വാസികളായിട്ടുള്ള ആളുകളടക്കം അവർ ഈ ബ്രിട്ടീഷ് വിരുദ്ധ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് വരികയാണ്. വലിയൊരു മുന്നേറ്റമാണ്. അപ്പോൾ ആ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോയപ്പോൾ ബ്രിട്ടീഷ് സാമ്രാജ്യത്വം ഭയപ്പെട്ടു. അവരെന്ത് ചെയ്തു? ഇതിനെ അടിച്ചമർത്താനുള്ള നടപടികളിലേക്ക് പോയി. അടിച്ചമർത്തൽ നടപടി വന്നപ്പോൾ കലാപത്തിന് ആഹ്വാനം ചെയ്ത കോൺഗ്രസ് നേതൃത്വം അവർ രക്ഷപ്പെട്ടു, ഇവരെ ഉപേക്ഷിച്ചു. അതാണ്. അപ്പോൾ അടിച്ചമർത്തൽ നടപടികൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനെതിരായിട്ടൊരു ചെറുത്തുനിൽപ്പ് നടത്തുന്ന മനോഭാവമല്ല കോൺഗ്രസ് പ്രകടിപ്പിച്ചത്. ആ പ്രസ്ഥാനം തന്നെ പിൻവലിക്കുന്ന നിലയുണ്ടായത്. മലബാർ കലാപത്തെ അപലപിച്ചു, കോൺഗ്രസ് തള്ളിപ്പറഞ്ഞു. അതാണ് യഥാർത്ഥത്തിൽ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് പിന്നെ അതിനെ തുടർന്നുണ്ടായ കാര്യങ്ങൾ ഈ കലാപവുമായി ബന്ധപ്പെട്ട് ഇപ്പം നമുക്ക് ഈ മലബാർ കലാപം കാർഷിക പ്രശ്നങ്ങളും എന്നാണല്ലോ അതിൻ്റെ യഥാർത്ഥത്തിൽ ഈ ടിപ്പുവിൻ്റെ നികുതി പരിഷ്കാരങ്ങളുണ്ടല്ലോ, ആ നികുതി പരിഷ്കാരങ്ങൾ ശക്തമായി തുടരുകയാണ് ബ്രിട്ടൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ബ്രിട്ടീഷ് ഗവൺമെൻറ് ഈ കുടിയാന്മാർക്കെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള നടപടികളായി മുന്നോട്ട് പോയപ്പോഴാണ് കുടിയാന്മാരുടെ പ്രതിഷേധം ഉയർന്നു വന്നത്. അങ്ങനെയാണ് കുടിയാൻ സംഘം ഉണ്ടാകുന്നത്, മലബാർ കുടിയാൻ സംഘം. അപ്പോൾ MP നാരായണ മേനോനും അതുപോലെയുള്ള ആളുകളൊക്കെ കട്ടിലശ്ശേരി മുഹമ്മദ് മുസ്ലിയാരി ഇവരൊക്കെ ചേർന്നുകൊണ്ട് ഉള്ള കുടിയാൻ സംഘത്തിൻ്റെ ഒരു ഏകോപനം, കുടിയാൻ സംഘത്തിൻ്റെ മുന്നേറ്റം കേരളത്തിലുണ്ടാവുകയാണ്. ഇത് ഖിലാഫത്ത് പ്രസ്ഥാനത്തെ കുറേ കൂടി ശക്തിപ്പെടുത്തിയിട്ടുള്ള, അല്ലെങ്കിൽ കുടിയാന്മാരുടെ പങ്കാളിത്തം കുറേ കൂടി സജീവമാക്കിയിട്ടുള്ള ഒരു ഘടകമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും മലബാർ കലാപത്തിൻ്റെ പിന്നിലുള്ളത് ഈ ജന്മിത്വത്തിനെതിരായിട്ടുള്ള ഈ മാപ്പിള കുടിയാന്മാരുടെ ശക്തമായിട്ടുള്ള പ്രസ്ഥാനമാണ്. അതിൽ മാപ്പിളമാർ മാത്രമല്ല, ഹിന്ദു കുടിയാന്മാരും പങ്കെടുക്കും ആദ്യഘട്ടത്തിലൊക്കെ. അതിന് ശേഷം ഈ നമ്മുടെ ടിപ്പു പോയതിന് ശേഷം തിരിച്ചു വന്ന ഹിന്ദു ജന്മിമാർക്കെതിരെ, അതിൽ മുസ്ലിം ജന്മിമാർക്കെതിരെയും നടന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ പറയണ്ടേ? അതായത് യഥാർത്ഥത്തിൽ ഈ ഹിന്ദു വിഭാഗത്തിൽപ്പെട്ടവരാണല്ലോ മിക്കവാറും ജന്മിമാർ, അപൂർവം മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവരുണ്ട്. അപ്പോൾ ജന്മിമാർക്കെതിരായിട്ട് നീക്കം നടന്നപ്പോൾ ആ ജന്മിമാർക്ക് സംരക്ഷണം കൊടുക്കാൻ ബ്രിട്ടീഷ് ഭരണകൂടം വന്നു. അപ്പോൾ ഭരണകൂടത്തിനെതിരായി കൂടി സമരമായി. അങ്ങനെയാണ്. അപ്പോൾ ഭരണകൂടത്തിൻ്റെ ഭാഗമായിട്ടുള്ള സംവിധാനങ്ങൾ, ഭരണകൂടത്തിൻ്റെ ഭാഗമായിട്ടുള്ള സംവിധാനത്തിൽ മുസ്ലിങ്ങളുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥർ, ചേക്കുട്ടി പോലീസ്, ആമു ഒക്കെ ഉണ്ട്. അപ്പോൾ ഇവർക്കെതിരായിട്ടുള്ള ഫൈറ്റ് മുസ്ലിങ്ങൾ തന്നെ നടത്തുന്നതാണ് മലബാർ കലാപം. കോൺഗ്രസിനെ തള്ളിപ്പറഞ്ഞു. കോൺഗ്രസ് ഈ കലാപത്തെ തള്ളിപ്പറഞ്ഞല്ലോ, ഇത് ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞു. അതിൽ കൗതുകരമായിട്ട് ചരിത്രമുണ്ട്. മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്, ഇതാണ് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബും മൊയ്തു മൗലവിയും ഒക്കെ തന്നെ ഈ കലാപം, ഈ പറയുന്ന അഹിംസയുടെ മാർഗത്തിൽ നിന്ന് ഹിംസയിലേക്ക് പോയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവരെ സമാധാനിപ്പിക്കാൻ വേണ്ടി പോയല്ലോ. പക്ഷേ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ അടിച്ചമർത്തൽ നടപടികൾ സഹിച്ചുകൊണ്ടിരുന്ന ആളുകൾ, പ്രത്യേകിച്ച് ആലി മുസ്ലിയാരെയും മറ്റും അറസ്റ്റ് ചെയ്തല്ലോ. ആ അറസ്റ്റ് ചെയ്യുന്ന നിലയിലേക്ക് വന്നപ്പോൾ അതിനെ തടയാൻ കോൺഗ്രസ്സിന് കഴിയുന്നില്ല. അതേസമയം
ബ്രിട്ടീഷ് ഭരണത്തിനെതിരായിട്ടുള്ള ചെറുത്തുനിൽപ്പ് സാധാരണ ജനങ്ങൾ നടത്തിയപ്പോൾ അതിൽ വെള്ളം ഒഴിക്കാൻ, സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. അവർക്ക് തിരിച്ചു പോകേണ്ടി വന്നു. അതെ അതെ, ജനങ്ങൾ കോൺഗ്രസ് നേതാക്കന്മാരുടെ കോൺഗ്രസ് നേതാക്കന്മാർക്ക് എതിർപ്പ് കാരണം തിരിച്ചു പോകേണ്ടി വന്നു. പിന്നീട് കോൺഗ്രസിനോട് ഭയങ്കരമായിട്ടുള്ള അമർഷമാണ്. ഏറനാട് അതുപോലെ വള്ളുവനാട് താലൂക്കുകളിലെ ഈ പാവപ്പെട്ട മുസ്ലിം ജനവിഭാഗങ്ങൾക്ക് കോൺഗ്രസ് എന്ന് പറയുന്ന പേര് കേൾക്കുന്നത് പോലും അലർജിയാവുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയി. പിന്നെ EMS അതിനെക്കുറിച്ചൊരു പുസ്തകം എഴുതിയണല്ലോ അല്ലേ? അതെ, ആഹ്വാനവും താക്കീത്. അത് ഈ മലബാർ കലാപത്തിൻ്റെ 25 വർഷം പൂർത്തിയാവുന്ന ഘട്ടത്തിലാണ്, 1946 പുസ്തകം എഴുതുന്നത്. ആ പുസ്തകം എഴുതുന്നത് ആഹ്വാനവും താക്കീത് രണ്ടും ആ തലക്കെട്ടിൽ തന്നെ എല്ലാം അടങ്ങിയിട്ടുണ്ട്. ഇതുപോലെയുള്ള കാർഷിക പ്രക്ഷോഭങ്ങൾ ഇനിയും ഉയർന്നു വരാനുള്ള ആഹ്വാനം, അതേസമയം അവസാന കാലത്ത് അത് വർഗീയമായിട്ട് വഴിതെറ്റിപ്പോയിട്ടുണ്ട്, അതിനുള്ള താക്കീത്, ആഹ്വാനവും താക്കീത്. പിന്നെ അത് കഴിഞ്ഞു. ഇപ്പോൾ ഈ കലാപം അങ്ങനെ അവസാനിച്ചു. പിന്നീട് വരുന്നത് കലാപവും അഭിപ്രായ വ്യത്യാസങ്ങളും. മുസ്ലിം കമ്മ്യൂണിറ്റിക്കകത്ത് തന്നെയുള്ള ഒരു ഡയലക്റ്റിക്സിനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ, അതെന്തൊക്കെയാണ്? അങ്ങനെയൊക്കെ അതിൽ അബ്ദുറഹ്മാൻ മാങ്ങാടിൻ്റെ 1921 ആഹ്വാനങ്ങൾ, ഫത്വകൾ, ആ പുസ്തകമാണ്. ആ പുസ്തകം ഞാൻ കോട്ട് ചെയ്തിട്ടുണ്ട്. അതെ അതെ, ഇവിടെ പറയാം. അതിൽ ഒന്ന് മനസ്സിലാക്കിയിട്ടുള്ളത്, ഈ മുസ്ലിം മതപണ്ഡിതന്മാരെല്ലാം ഇപ്പം മാപ്പിള കലാപം, വർഗീയ ലഹള, മതപരിവർത്തനം എന്നൊക്കെ പറഞ്ഞിട്ടാണല്ലോ. യഥാർത്ഥത്തിൽ ഈ ഫത്വകൾ, ആഹ്വാനങ്ങൾ സൂക്ഷ്മമായി പഠിച്ചാൽ ബ്രിട്ടീഷ് ഗവൺമെൻറ് അനുകൂലമായിട്ടുള്ള ഫത്വകൾ വന്നിട്ടുണ്ട്. ഇങ്ങനെ കലാപം നടത്താൻ പറ്റില്ല, ഇത് അനിസ്ലാമികമാണ്, ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിനെ യോജിക്കുന്നതല്ല എന്ന് പറഞ്ഞിട്ടുള്ള ഫത്വകളും വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ ഡയലക്റ്റിക്സ് ആണ് നമ്മൾ കാണുന്നത്. അതാണ് ഇവിടെ കൗതുകരമായിട്ടുള്ള കാര്യം. ഈ പുസ്തകത്തിന് വിമർശന ഗ്രന്ഥം എഴുതിയല്ലോ അൽത്താഫ്, കെ എം അൽത്താഫ്. നിങ്ങളെ പുസ്തകത്തിന് വേറൊരു വിമർശന ഗ്രന്ഥം വന്നിട്ടുണ്ട്. കെ എം അൽത്താഫ് എഴുതിയിട്ടുള്ള ഒരു പുസ്തകം, ചരിത്ര വായനയുടെ ചരിത്ര വായനയുള്ള തിരുത്തലുകളും എന്ന് പറഞ്ഞിട്ട് അൽത്താഫ് എഴുതിയിട്ടുണ്ട്. നമ്മളെ കെ എം സീതി സാഹിബിൻ്റെ പൗത്രൻ. അതെ അതെ. അപ്പോൾ അതിൽ അവതാരിക എഴുതിയിട്ടുള്ള ആള് ഈ അബ്ദുറഹ്മാൻ മാങ്ങാടാണ്. ഈ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ നിന്ന് എടുത്തുദ്ധരിച്ച കാര്യങ്ങളെ സംബന്ധിച്ച് അദ്ദേഹം ഒറ്റ അക്ഷരവും പറയുന്നില്ല. അതാണ് യഥാർത്ഥത്തിൽ ഈ മുസ്ലിം മതപണ്ഡിതന്മാർ തന്നെ രണ്ട് ചേരിയായിട്ട് നിന്നുകൊണ്ട് ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് അനുകൂലവും ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് എതിരുമായിട്ടുള്ള ഫത്വകൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. അത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ അന്ന് പൊന്നാനിയിൽ ഇതിന് അനുകൂലമായി നിന്നവർക്കെതിരെ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട മുസ്ലിം പണ്ഡിത സഭ നടത്തിയ ഒരു പാട്ടിനെ കുറിച്ച് പിന്നീടൊരു സാധനമുണ്ട്. വലക്കത് ഖാന ഫി ബുന്നാനി കാദിയാനി ആമുവ ബാവ കാദിയാനി, ആമുവ ബാവ കുഞ്ഞംബാവ കാദിയാനി എന്ന് പറഞ്ഞാൽ ആമു മുസ്ലിയാരും കുഞ്ഞംബാവ മുസ്ലിയാരും ഈ സമരത്തെ അനുകൂലിച്ച് അവർ രണ്ടുപേരും കാദിയാനികളാണെന്നാണ് പറയുന്നത്. അങ്ങനെയൊക്കെയുള്ള ഇതുമായി ബന്ധപ്പെട്ട കുറേ ചർച്ചകളുണ്ടായിട്ട്. അപ്പം മലബാർ കലാപത്തിന് ഒരു ഏകമുഖമായ അംഗീകാരമൊന്നും മുസ്ലിം പണ്ഡിതന്മാർക്ക് ഉണ്ടായിരുന്നില്ല എന്നുള്ള ചരിത്ര യാഥാർത്ഥ്യം. അതെ 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 അതെ, അത് നമ്മൾ പുതിയ കാലത്ത് പ്രത്യേകിച്ച് പറയേണ്ട ഒരു സാധനമാണ്. കാരണം അങ്ങനെയാണല്ലോ. പിന്നെ അത് കഴിഞ്ഞ് ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ പിന്നെ അതിൻ്റെ ലീഡർഷിപ്പിലും ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ആദ്യം കോൺഗ്രസ് അതിന് വേണ്ടിയിട്ട് ശ്രമിച്ച് പിന്നീട് കോൺഗ്രസ് അതിനെ വഴിയിലിട്ട് പോവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണത് വലിയ തോതിൽ വഴി തെറ്റി. പിന്നെ കലാപാനന്തര മലബാർ പിന്നത്തെ അധ്യായം വരുന്നത്, അതിലെന്തൊക്കെയാണ് പറയണത്? കലാപാനന്തര ഈ കലാപഘട്ടത്തിൽ തന്നെ ഒരു മേഖലയിൽ അധികാരം സ്ഥാപിച്ചല്ലോ. അതാണ് അതെ അതെ അതെ, വാര്യംകുന്നത്ത് നമ്മളെ ഏറനാട് അവിടെ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു. അതെ അതെ, വേറെ രാജ്യം ഉണ്ടാക്കി, ഒരു രാജ്യം ഉണ്ടാക്കി വാര്യംകുന്നത്ത്. അപ്പോൾ അന്ന് ഈ ഉത്തരേന്ത്യൻ പത്രങ്ങളിലൊക്കെ വലിയ നിലക്ക് പ്രചരണം വന്നല്ലോ, ഇവിടുന്ന് മതപരിവർത്തനത്തിന് വേണ്ടിയുള്ള കലാപമാണ്, ഹിന്ദുക്കളെ നിർബന്ധിച്ച് മതപരിവർത്തനം നടത്തുന്നു എന്നുള്ള ആക്ഷേപം വന്നപ്പോൾ ഹിന്ദു പത്രത്തിൽ വാര്യംകുന്നത്ത് എഴുതിയിട്ടുള്ള ഒരു കത്തുണ്ട്. കത്ത് നേരത്തെയും ചില പുസ്തകങ്ങളിലുള്ള ഞാൻ ഇതിൻ്റെ അകത്ത് എടുത്തു കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം കൃത്യമായി പറയുന്നുണ്ട്, അതായത് ഇവിടെ അങ്ങനെ നിർബന്ധ മതപരിവർത്തനം നടക്കുന്നില്ല. തെറ്റ് ചെയ്തിട്ടുള്ള ആളുകൾ, അത് ഹിന്ദു ആയാലും മുസൽമാനായാലും, മുസൽമാനും ശിക്ഷ കൊടുത്തിട്ടുണ്ട്. അതെ 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 അതെ, തെറ്റ് ചെയ്തിട്ടുള്ള മുസൽമാൻ എന്ന് വെച്ചാൽ ബ്രിട്ടീഷുകാർക്ക് ഒറ്റ കൊടുത്തിട്ടുള്ള ചിലർക്കെതിരായിട്ട് ചില നടപടികൾ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇത് ഇത് പ്രസിദ്ധീകരിക്കണം, പ്രസിദ്ധീകരിച്ചില്ലെങ്കിൽ ഞാനതിന് മറുപടി പറയും
പേടിപ്പിച്ചു ഹിന്ദു പത്രത്തെ. ഹിന്ദു പത്രം എന്ന് കൃത്യമായി കൊടുത്തിട്ടുണ്ട്. ഈ വിഷയത്തിൽ സവർക്കർ പുസ്തകം എഴുതിയണേ, ആ. മൂപ്പിള മ്യൂട്ടിനി എന്ന് അതെ, പറഞ്ഞിട്ട്. അതെ. ഞാൻ അതിൻ്റെ ഒരു കോപ്പി ഒക്കെ എടുത്ത് തന്നിരുന്നു. അതെ അതെ. അപ്പോൾ അന്ന് സവർക്കറൊക്കെ ഇതൊരു അതായത് കേരളത്തിലുള്ളതിനേക്കാളും ഓൾ ഇന്ത്യ തലത്തിലാണ് ഇതിൻ്റെ വർഗീയതയുടെ വശം പ്രചരിപ്പിച്ചുകൊണ്ടുള്ള ഒട്ടേറെ നുണക്കഥകൾ പ്രചരിപ്പിച്ചത്. പിന്നെ കലാപാനന്തര മലബാറിൽ എന്തൊക്കെയാണ്? കലാപാനന്തര മലബാറിൽ ഒന്ന് അതിരൂക്ഷമായിട്ടുള്ള അടിച്ചമർത്തലാണല്ലോ ഉണ്ടായത്. എന്ന് പറഞ്ഞാൽ പുരുഷന്മാരെയൊക്കെ പിടിച്ച് ജയിലിലിട്ടു. അതിൽ ഈ പുസ്തകത്തിൽ ഞാൻ ഒന്ന് കണ്ടെത്തിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ എല്ലാ പുസ്തകങ്ങളിലും ചില ഭാഗമുണ്ട്, അത് ഈ മലബാർ കലാപത്തിലെ ആളുകളെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ പാർപ്പിച്ചപ്പോൾ അവിടെ നടത്തിയിട്ടുള്ള വെടിവെപ്പ് സംബന്ധിച്ചാണ്. അത് മുമ്പ് അവിടെ തലശ്ശേരി RDO ആയിരുന്ന ശ്രീ AC മാത്യു, അദ്ദേഹം ആ ചുമതലയെ നിർവഹിക്കുന്ന അവസരത്തിൽ അത് കോഴിക്കോട് കഴിഞ്ഞാൽ പിന്നെ ബ്രിട്ടീഷ് ഗവൺമെൻറ് പ്രധാനപ്പെട്ട ആസ്ഥാനം തലശ്ശേരിയാണ്. അപ്പോൾ തലശ്ശേരിയിൽ കുറേ രേഖകൾ, പഴയ രേഖകളുണ്ട്. അപ്പോൾ ആ രേഖകളിൽ ഈ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നടന്നിട്ടുള്ള ഒരു വെടിവെപ്പ് സംബന്ധിച്ചുണ്ട്. അതങ്ങനെ പറയാറില്ലല്ലേ ചരിത്രത്തിൽ. അപ്പോൾ അത് അന്ന് ഞാൻ ദേശാമനി കണ്ണൂർ യൂണിറ്റ് മാനേജറായിരുന്നു. അപ്പോൾ എൻ്റെ അടുക്ക് ആ പുസ്തകം കിട്ടി. അന്ന് ദേശാമനിയിൽ വാർത്ത കൊടുത്തിരുന്നു. 87-ലാണെന്ന് ഞാൻ ഓർക്കുന്നത്. 87-ലോ 97-ലോ എന്നറിയില്ല. അപ്പോൾ ആ വാർത്ത കണ്ണൂർ സെൻട്രൽ ജയിലിനകത്ത് വെടിവെപ്പും 10 പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട്. അത് ശരി. അപ്പോൾ ശരിക്കും ചരിത്രത്തിൽ ഇപ്പം അങ്ങനെ പറയാറില്ല സംഭവം. ഇല്ല വേണ്ടത്ര അറിയപ്പെടാത്തതാണ്. ചിലർ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ വിശദാംശങ്ങൾ എൻ്റെ പുസ്തകത്തിലുണ്ട്. കണ്ണൂർ ജയിൽ മ്യൂട്ടിനി, അതാണ് ഔദ്യോഗിക രേഖകൾ, ജയിൽ മ്യൂട്ടിനി എന്നാണ്. പക്ഷേ ജയിൽ മ്യൂട്ടിനി ആണെങ്കിൽ തടവുകാർ വാർഡന്മാർക്ക് എന്താ പരിക്ക് പറ്റുന്നുണ്ട്? അതൊന്നും പരിക്ക് പറ്റിയിട്ടില്ല. കൊല്ലപ്പെട്ടതും അതുപോലെ തന്നെ പരിക്ക് പറ്റിയതും ഒക്കെ ഈ പറയുന്ന തടവുകാരാണ്. കലാപകാരികളായിട്ടുള്ള കലാപത്തിൽ പങ്കെടുത്ത ആളുകൾ തന്നെയാണ് കൊല്ലപ്പെട്ടതും പരിക്കേറ്റതും. അത് ശരി. അപ്പം പിന്നെ അത് മാത്രമല്ല, അതുണ്ടാക്കി ഇപ്പം ഈ മലബാറിൽ കലാപാനന്തരം ഉണ്ടായ അരക്ഷിതാവസ്ഥയെക്കുറിച്ചും. അതെ തീർച്ചയായിട്ടും. അരക്ഷിതാവസ്ഥ എന്ന് പറഞ്ഞാൽ സ്ത്രീകളൊക്കെ വലിയ നിലക്ക് ആക്രമിക്കപ്പെട്ടല്ലോ. പുരുഷന്മാരൊക്കെ ജയിലിലടക്കപ്പെട്ടു. അത് അന്തമാൻ ജയിലിൽ. അതാണ് മുഹമ്മദ് അബ്ദുറഹ്മാനും മറ്റും പിൽക്കാലത്ത് ഈ അന്തമാനിൽ ജയിലിലടക്കപ്പെട്ടവരുടെ പ്രത്യേകമായിട്ടൊരു പദ്ധതി വേണമെന്നൊക്കെ പറഞ്ഞിട്ട് ഓൾ ഇന്ത്യ തലത്തിൽ തന്നെ ആവശ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. അന്തമാൻ പദ്ധതി. കാരണം പുരുഷന്മാരെയൊക്കെ അങ്ങോട്ട് കൊണ്ടുപോകണം. അന്തമാനിൽ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ കാണാം അവിടെ മഞ്ചേരിയുണ്ട്, പൂക്കോട്ടൂരുണ്ട്. അങ്ങനെ മലബാറിലെ പല പ്രദേശങ്ങളുടെയും പേരുകൾ അവിടെ കാണാം. കാരണം അന്ന് നാട് കടത്തപ്പെട്ടവരാണ്. അപ്പോൾ അന്തമാനിലേക്ക് നാട് കടത്തപ്പെട്ടു എന്ന് മാത്രമല്ല, അതിനേക്കാളും വലിയ സംഭവമാണല്ലോ വാഗൺ ട്രാജഡി. അതുണ്ട്. 70 പേര് കൊല്ലപ്പെട്ടു എന്നാണ്. എത്ര നിഷ്ഠൂരമായിട്ടാണ്. മനുഷ്യാവകാശങ്ങളെ പറ്റിയല്ല ഇപ്പം പലരും പറയാറുണ്ട്. പക്ഷേ ഒരു കുറ്റം ചെയ്ത കുറ്റവാളികൾക്ക് കൊടുക്കേണ്ട നീതി കൊടുത്തില്ലല്ലോ. അവരെ ക്രൂരമായി കൊലപ്പെടുത്തുകയാണല്ലോ ചെയ്തിട്ടുള്ളത്. അതാണ് വാഗൺ ട്രാജഡി. ഒരു മനുഷ്യനും ന്യായീകരിക്കാൻ കഴിയാത്ത. അതെ. ഇതിൻ്റെ ഭാഗമായിട്ട് പിന്നീട് വന്നിട്ടുള്ളത് ഈ റിലീഫ് പ്രവർത്തനങ്ങൾ. ആ റിലീഫ് പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് നമ്മുടെ കോഴിക്കോട്ടെ JDT ഇസ്ലാം ഒക്കെ വരുന്ന അങ്ങനെയാണല്ലോ. അപ്പോൾ മുഹമ്മദ് അബ്ദുറഹ്മാനും മറ്റും നടത്തിയിട്ടുള്ള പരിശ്രമങ്ങളുടെ ഫലമായിട്ട് ഇവിടുത്തെ ദുരിതമനുഭവിക്കുന്ന ആളുകളെ സഹായിക്കുന്നതിന് വേണ്ടി, അനാഥരായിട്ടുള്ള ആളുകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള അനാഥരാലയം, യത്തീംഖാനകൾ. അതാണ് പിൽക്കാലത്ത് പലയിടത്തും യത്തീംഖാനകൾ വന്നു. അതായത് ഈ കലാപത്തിൻ്റെ തുറന്നുള്ള കാര്യങ്ങളായിട്ടാണ് അത് വരുന്നത്. യത്തീംഖാനകൾ. യത്തീംഖാന തുടങ്ങുന്നതിനും എതിർപ്പുണ്ടായിരുന്നു കമ്മ്യൂണിറ്റിയിൽ. ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ തുടങ്ങാൻ പാടില്ല എന്നുള്ള ആലോചനയൊക്കെ പറഞ്ഞു. യത്തീമും ഖാനഹു, യത്തീമിനെ ചതിക്കുന്നു എന്നൊക്കെയുള്ള, അതാണ് യത്തീംഖാന എന്നൊക്കെ ഞാൻ പറഞ്ഞു വെച്ചാൽ. എല്ലാത്തിനോടും 2 അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറയാനാണ്. അത് കഴിഞ്ഞ് പിന്നെ വരുന്നത് ഇപ്പോൾ പ്രധാനപ്പെട്ട ഒരു ചർച്ച ചെയ്യപ്പെടുന്ന കേരള മുസ്ലിങ്ങൾ പൗരത്വ പ്രശ്നം ഇപ്പം വലിയ ചർച്ചയാണല്ലോ. ആ വിഷയത്തിൽ എന്തൊക്കെയാണ് ഇതിൽ പറയുന്നത്? അതായത് അതും എൻ്റെ വ്യക്തിപരമായിട്ടൊരു ഓർമ്മ കൂടി ഇതിൻ്റെ പിന്നിലുണ്ട്. അതായത് എൻ്റെ നാട്ടിൽ ഒരു മുസ്ലിം കുടുംബമുണ്ട്. ആ കുടുംബത്തിൽപ്പെട്ട ഒരു പ്രായമുള്ള പ്രായമുള്ള ആൾ ആ ചെറുപ്പത്തിൽ ഞാൻ കേട്ടതാണ്, അദ്ദേഹം കറാച്ചിയിലായിരുന്നു. അത് ശരി, കറാച്ചിയിലായിരുന്നു.
അന്ന് ഇന്ത്യയുടെ ഭാഗമാണല്ലോ ആ കറാച്ചി. ഇന്ത്യയുടെ ഭാഗമാണ് കറാച്ചി. കറാച്ചി. അപ്പോൾ അവിഭക്ത ഇന്ത്യയിൽ നമ്മുടെ കേരളത്തിലെ പല ചെറുപ്പക്കാരും ജോലി തേടിയിട്ട് പലയിടയ്ക്കും പോവുമല്ലോ. അതെ അതെ അതെ. അപ്പോൾ മുംബൈ പോയി, അല്ലെ ബാംഗ്ലൂരിൽ പോയി, ബോംബെയിൽ പോയിട്ട് അവരെന്ത് ചെയ്തു, അന്ന് എൻ്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, അതായത് ഒരണയാണ് ബോംബെയിൽ ജോലി ചെയ്താൽ പ്രതിദിനം കിട്ടുക. അതേസമയം നിങ്ങൾക്ക് 12 കിട്ടും, 12 കിട്ടും എവിടെ, കറാച്ചിയിൽ പോയാൽ. അങ്ങനെ കറാച്ചിയിലെത്തി. ഏജന്റുമാർ പറ്റിച്ചു കൊണ്ടുപോകും, ഏജന്റുമാർ പറ്റിച്ചു കൊണ്ടുപോകും ദുബായിലേക്കെന്ന് പറഞ്ഞിട്ട് അവിടത്തേക്ക് പിന്നെ കറാച്ചി കൊണ്ടുപോയിട്ടുള്ള അനുഭവങ്ങളുമുണ്ട്. ഇങ്ങനെ നിരവധി ആളുകൾ ഈ പിൽക്കാലത്തെ പാകിസ്ഥാൻ്റെ ഭാഗമായിട്ടുള്ള പ്രദേശങ്ങളിൽ ഉപജീവനാർത്ഥം പോയിട്ടുണ്ട്. അവരുടെയൊക്കെ വലിയ വിഷയമായിരുന്നു ഈ പൗരത്വ പ്രശ്നം. 1955 കൂടിയാണ് പൗരത്വ നിയമം വരുന്നത്. അപ്പോൾ അതോടുകൂടി ഈ കുറച്ചും കൂടി നിയന്ത്രണം വന്നു. ഇന്ത്യ പാക് യുദ്ധത്തോടു കൂടി കൂടുതൽ നിയന്ത്രണം വന്നു. അപ്പോൾ 65 യുദ്ധം എന്ന് പറഞ്ഞാൽ അവർ പിന്നെ ഈ ഉപജീവനാർത്ഥം പോയിട്ടുള്ളവർ പാകിസ്ഥാൻ, കറാച്ചി, അവരുടെ കുടുംബങ്ങളൊക്കെ ഇവിടെ, അവർക്ക് സ്വത്തുമുണ്ട് ഇവിടെ, എല്ലാം ഇവിടെ, എല്ലാം ഇവിടെയാണ്. അതെ അതെ അതെ. അപ്പോൾ അങ്ങനെ ഇങ്ങോട്ട് വന്നാൽ തിരിച്ചു പോകാൻ പറ്റാത്ത അവസ്ഥ, അത് ദുരിതമയമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. അതിൻ്റെ അനുഭവങ്ങളൊക്കെ ഈ അധ്യായത്തിൽ പറയുന്നുണ്ട്. അതായത് ഇവിടെ അവസാന കാലത്ത് എന്ന് പറഞ്ഞാൽ ശാരീരികമായിട്ടൊക്കെ അവശത അനുഭവിച്ചുകൊണ്ടുള്ള രോഗികളായിട്ടുള്ള ആളുകൾ ഇവിടെ വന്നു. അവരുടെ പ്രശ്നം ആരും ഏറ്റെടുക്കാനില്ല. കാരണം അവർ പോലീസ് സ്റ്റേഷനുകളിലെ പാക് രജിസ്റ്ററുകളിൽ ഉൾപ്പെട്ടവരാണ്, പാക് പൗരന്മാരാണ്. ഇവർക്ക് പാക് പൗരത്വം കിട്ടിയത് എങ്ങനെയാണെന്നറിയോ? അവിടെ സ്ഥിരതാമസമാണ് എന്ന് എഴുതി കൊടുക്കണം, ഞങ്ങൾക്ക് പാസ്പോർട്ട് വേണമെങ്കിൽ പാകിസ്ഥാൻ. അപ്പോൾ അതെ. അപ്പോൾ പാകിസ്ഥാനിൽ സ്ഥിരതാമസമാണെന്ന് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇന്ത്യയിൽ വന്നാൽ അവർ തിരിച്ചു പോയിക്കൊള്ളണം, അവർ പാക് പൗരന്മാരായിട്ടാണ് കണക്കാക്കുന്നത്. അവരിപ്പോൾ അന്ന് പോകാൻ വേണ്ടിയിട്ടൊരു സൗകര്യത്തിന് വേണ്ടിയിട്ട് എഴുതി കൊടുത്തത് അവർക്ക് വിനയായിട്ട് മാറിയ അനുഭവം. അതെ അതെ. അങ്ങനെയുള്ള നിരവധി ദുരിതമയമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ട്. അത് പിന്നീട് വലിയ ചർച്ചയായി അല്ലേ, പൗരത്വ പ്രശ്നം വലിയ ചർച്ചയായി. അന്ന് രാജ്യസഭാംഗമായിട്ടുള്ള വിജയരാഘവൻ ഈ പാക് പൗരന്മാരുടെ കുടുംബാംഗങ്ങളുടെ ഒരു യോഗം തന്നെ വിളിച്ചു ചേർത്ത് അതിൽ ഇടപെട്ടിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഇടപെടുന്നുണ്ട്. അപ്പോൾ വളരെ പ്രസക്തമായിട്ടുള്ള ഒരു കാര്യമാണ് ഇന്നും. കാരണം പൗരത്വ ഭേദഗതി നിയമം വന്നപ്പോൾ വലിയ ഉത്കണ്ഠ ഉണ്ടായിട്ടുള്ളത് പഴയ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതാണ് ചിലരുടെ കാര്യത്തിൽ ഹൈക്കോടതി എന്ന് ഇടപെട്ടിട്ടുണ്ട്. കാരണം ഇദ്ദേഹത്തെ സ്വീകരിക്കാൻ പാക് അതിർത്തിയിൽ പോയി കഴിഞ്ഞാൽ അവരും തയ്യാറില്ല, പാക് ഗവൺമെൻറ്റും തയ്യാറില്ല. ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ പൗരത്വ പ്രശ്നം ആ പശ്ചാത്തലത്തിൽ സിനിമയൊക്കെ ഉണ്ടായല്ലോ. പിന്നെ പരദേശി പറഞ്ഞൊരു സിനിമ എടുത്തിരുന്നു നമ്മളെ PT കുഞ്ഞാമത്. ശരി, അതെ. ഈ വിഷയം പാക് പൗരത്വത്തിന്റെ ഒരു പ്രശ്നം എന്ന് മാത്രമല്ല, ഇപ്പോഴും ഈ മോദി ഗവൺമെന്റ് വന്നപ്പോൾ എനിമി പ്രോപ്പർട്ടി ഉണ്ട് ഇവിടെ. അതെ അതെ അതെ. അതായത് പാക് പൗരന്മാരായിട്ടുള്ള ആളുകൾക്ക് ഇവിടെ കുടുംബ സ്വത്തുണ്ട്. ആ കുടുംബസ്വത്തിൻ്റെ അവകാശികളായിട്ടുള്ള ആളുകൾക്ക്, അവർ ഇന്ത്യക്കാരാണ്, അവർ കേരളത്തിൽ താമസിക്കുന്നവരാണ്, അവർക്ക് അവരുടെ സ്വത്ത് ആർജിക്കാൻ കഴിയാത്ത നിലയിലുള്ള ഒരവസ്ഥയുണ്ടായി. എനിമി പ്രോപ്പർട്ടി ആയിട്ടാണ് ഇപ്പം രജിസ്റ്റർ കാണുന്നത്. എനിമി ശത്രുവിൻ്റെ സ്വത്തായിട്ടാണ്. അപ്പോൾ വളരെ പ്രസക്തമായിട്ടുള്ള, ഇന്നും പ്രസക്തമായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് എന്ന് പറഞ്ഞാൽ വിഭജനത്തിൻ്റെ മുറിവുകൾ 75 കൊല്ലമായിട്ടും ഇവിടെ ഉണങ്ങാതെ നിൽക്കുകയാണ്. മാത്രമല്ല ഇപ്പോൾ ഈ പൗരത്വ പ്രശ്നം മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ ഉണ്ടാക്കിയ ആശങ്കയുടെ ഒരു പ്രധാനപ്പെട്ട കാരണം ഈ മുൻ അനുഭവം കൂടി. അതാണ്. പിന്നെ ഇതിൽ പറയണത് വളരെ കേരളത്തിലെ മുസ്ലിം സംഘടനകളാണ്. അപ്പോൾ അതിൻ്റെ ഒരു ചരിത്രം ഒന്ന് പറഞ്ഞു പോയാൽ മുസ്ലിം ഐക്യസംഘം, അതൊന്ന് പറഞ്ഞാൽ. ആദ്യം നിഷ്പക്ഷ സംഘം, പിന്നെ ഐക്യ സംഘം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പല സംഘടനകളും ഉണ്ടായിട്ടുണ്ട്. അതിൽ ഈ സുന്നി വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് ഈ ഐക്യസംഘത്തിനെതിരായിട്ടുള്ള നീക്കങ്ങളിൽ അവർ പങ്കെടുക്കുന്നത്. ഇത് സലഫി ധാരയാണ്, വഹാബികളാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നിലയിലുള്ള വ്യത്യസ്തകൾ പുറപ്പെടുവിച്ചുകൊണ്ട് അവർ പിന്നീട് ഒരു സംഘടനയാവുന്നു. അതാണ് സമസ്ത. പക്ഷേ ഇപ്പം നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഇപ്പവും കേരളത്തിൽ സമസ്തയുണ്ട്. AP അബൂബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിലുള്ള ഒരു സുന്നി സംഘടനയുണ്ട്. അപ്പോൾ ഈ മതസംഘടനകളെപ്പറ്റി ഇതിനകത്ത് പറയുമ്പോൾ അതിനകത്തും നമ്മൾ കാണുന്നത് വൈവിധ്യങ്ങളാണ്. ഇതാണ് യഥാർത്ഥത്തിൽ ഈ വൈവിധ്യങ്ങളുടെ അടിസ്ഥാനം എന്താണ്?
കേരളത്തിലെ മുസ്ലിങ്ങളിൽ മഹാഭൂരിപക്ഷവും സുന്നി അതെ വിഭാഗം. അതെ അതെ അതെ. അതിലൊരു വിഭാഗം സമസ്ത, മറ്റത് സലഫി ഗ്രൂപ്പ് അല്ല, എ പി എ പി വിഭാഗത്തിൻ്റെ, സുന്നികളിൽ അതെ. എ പി വിഭാഗത്തിൻ്റെതാണ്. ഈ എ പി വിഭാഗം രൂപീകരിക്കുന്നതിൻ്റെ പശ്ചാത്തലം എന്താണ്? സമസ്തയിലെ അതായത് അന്ന് എ പി അബൂബക്കർ മുസ്ലിയാർ പറയുന്നൊരു കാര്യമുണ്ട്, രാഷ്ട്രീയത്തിനനുസരിച്ച് മതം പറയാൻ താൻ തയ്യാറില്ല, എന്നെ കിട്ടൂല. അപ്പോൾ രാഷ്ട്രീയത്തിനനുസരിച്ച് മതം പറയുക. ഏത് രാഷ്ട്രീയം? ലീഗിൻ്റെ രാഷ്ട്രീയം. അവർ അന്ന് നടത്തിയിട്ടൊരു സമ്മേളനം മാറ്റിവെക്കണം എന്ന് ആവശ്യപ്പെട്ടു, എറണാകുളം സമ്മേളനം. അപ്പോൾ ഞങ്ങൾ മാറ്റിവെക്കില്ല ഇതാണ്. അപ്പോൾ മാറ്റിവെക്കാതെ സമ്മേളനം നടത്തി. അങ്ങനെയാണ് പിളർപ്പുണ്ടായത്. അന്നും ലീഗിൻ്റെ സമ്മർദ്ദം ഇതാണ്, ലീഗിൻ്റെ രാഷ്ട്രീയ സമ്മർദ്ദം ആണ് സുന്നി സംഘടനകളുടെ പിളർപ്പിന് അടിസ്ഥാനമായിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങൾ നോക്കൂ, സമസ്തക്കകത്തും പ്രശ്നമുണ്ടല്ലോ. ഇപ്പം അതെ അതെ, ഈ സമസ്തക്കകത്തും പ്രശ്നമുണ്ട്, സമസ്തക്കകത്തും പ്രശ്നമുണ്ട്. അതിൻ്റെ അടിയിലെന്താ? ലീഗ് സമ്മർദ്ദം. അതായത് ഞങ്ങൾ നിങ്ങൾ ലീഗ് പറയുന്നതിനനുസരിച്ച് നിൽക്കുന്നില്ലെങ്കിൽ ഞങ്ങൾ പള്ളി കമ്മിറ്റികളൊക്കെ ഞങ്ങൾ നിയന്ത്രിക്കും, ഞങ്ങൾക്കതിന് സംഘടനാ സംവിധാനമുണ്ട്. അപ്പോൾ അതിനെതിരായിട്ട് രാഷ്ട്രീയത്തിനനുസരിച്ച് മതം പറയാൻ തയ്യാറില്ല എന്ന് കാന്തപുരം മുമ്പ് പറഞ്ഞതുപോലെ ഇപ്പോൾ സമസ്തക്കകത്തും ചില പണ്ഡിതന്മാർ പറഞ്ഞു തുടങ്ങിയിരിക്കുകയാണ്. ഉമർ ഫൈസിയൊക്കെ. അതെ 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 അതെ. അതിൽ വേറൊരു ഭാഗം ഈ അധ്യായത്തിൽ പറയുന്നത്, ഒന്ന് ഈ പത്രങ്ങൾ ഇതാണ് ഇതിൻ്റെ ആശയതലം രൂപപ്പെടുത്തുന്നതിന് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കേരളത്തിൽ മുസ്ലിം മതസംഘടനകൾ നടത്തുന്ന പത്രങ്ങൾ, അത് ഈ അധ്യായത്തിൽ പറയുന്നുണ്ട്. അതിൽ ആദ്യം സിറാജാണ് സമസ്തയുടെ ആദ്യത്തെ പത്രം. സിറാജ് വന്നു, പിന്നീട് മാധ്യമം വന്നു, ജമാഅത്തെ ഇസ്ലാമിയുടെ പത്രം. പക്ഷെ അവർ ഒരു പൊതു സ്വീകാര്യത സൃഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ള ചില കാര്യങ്ങളൊക്കെ ചെയ്തു. പക്ഷേ അവരുടെ നാവാണല്ലോ മീഡിയ ഉണ്ടാക്കിയവർ. ഇതുപോലെ തന്നെ സമസ്തയുടെ ഭാഗമായിട്ട് സുപ്രഭാതം ഉണ്ടായല്ലോ. സുപ്രഭാതം പത്രം ഉണ്ടായി. ആ സുപ്രഭാതം പത്രം ചില കാര്യത്തിൽ വ്യത്യസ്തമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്നു, ലീഗിൻ്റെ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്നു. അതൊരു ഡെവലപ്മെൻറ്റാണ്. കമ്മ്യൂണിറ്റിക്കകത്തുള്ള ഡെവലപ്മെൻറ്റ്. അപ്പോൾ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലക്ക് ഞാനതിനെ ആ അധ്യായത്തിൽ കാണുന്നത്, ഇതിനകത്ത് വൈവിധ്യങ്ങളുണ്ട്. ഒറ്റക്കല്ലിൽ തീർത്ത പ്രതിമയെ പോലെ ആക്കണം എന്ന് ആളുകൾ തീരുമാനിച്ചാലും നടക്കാത്ത നിലക്ക് വൈവിധ്യങ്ങൾ രൂപപ്പെടുന്നു എന്നത് സമൂഹത്തെ അറിയിക്കണം. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഭാഗം ചെയ്തിരിക്കുന്നത്.